ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മുടെ റെസ്റ്റിംഗ് പ്ലെയിനും പിരമിഡ്, പ്രിസം, കോൺ, സിലിണ്ടർ എന്നിവയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് ഇനി പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിലെ കംപ്ലീറ്റ് പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ കൂടി അറിയണം. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു റെസ്റ്റിംഗ് ഓൺ ഏത് പ്ലെയിൻ ആണ് അല്ലേ. നമുക്ക് രണ്ട് പ്ലെയിൻ ഉണ്ട്. നോക്കിയേ, ഹൊറിസോണ്ടൽ പ്ലെയിൻ കണ്ടോ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നോക്കിയേ ഇതൊരു വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് വെർട്ടിക്കൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സോളിഡിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം, റെസ്റ്റിംഗ് പൊസിഷൻ ആണ് അല്ലേ. റെസ്റ്റിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഏതൊക്കെ സോളിഡാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് ആദ്യം പിരമിഡിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, പിരമിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് ഫീച്ചർ ഏതൊക്കെയാണ്? പിരമിഡ് എന്ന് പറയുമ്പോൾ നോക്കി, ഒരു പിരമിഡ് എടുത്തു, അതിൻ്റെ ബേസിക് ഫീച്ചർ ഏതൊക്കെയാണ്? ഒന്ന് ബേസ് എഡ്ജ്. ഓക്കെ, അപ്പോൾ ഞാനതിരുന്നു ബേസ് എഡ്ജ്. ബേസ് എഡ്ജ് അടുത്ത് വരുന്ന ഫീച്ചർ ഏതാണ്? ബേസ് എഡ്ജ് പറഞ്ഞാൽ കോർണർ അല്ലേ, കോർണർ. ഓക്കെ, കോർണർ എന്ന് പറയുന്ന എഡ്ജ് അല്ലെ, കോർണർ. ആ കോർണറിൽ നിന്ന് അപ്പെക്സിലേക്ക് പോകുന്നത് അല്ലെ, അതിനെ വിളിക്കുന്ന പേര് സ്ലാൻഡ് എഡ്ജ്. ഓക്കെ, സ്ലാൻഡ് എഡ്ജ്. ഓക്കെ, ബേസ് എഡ്ജായി, കോർണറായി, സ്ലാൻഡ് എഡ്ജായി. പിന്നെ ഒരു പിരമിഡിനെ സംബന്ധിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്നാൽ ട്രയാങ്കുലർ ഫേസ്. കണ്ടോ, ട്രയാങ്കുലർ ഫേസ്. ഇതാണ് ഒരു പിരമിഡിനെ സംബന്ധിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്ത ഒരു പ്രിസം എടുക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ്, അതിനും ബേസ് എഡ്ജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസ് എഡ്ജ് ഉണ്ട്. ഓക്കെ, ബേസ് എഡ്ജ് ഉണ്ട്. പിന്നെ എന്താണുള്ളത്? ബേസ് എഡ്ജ് ഉണ്ട്, കോർണർ ഉണ്ട്. ഓക്കെ, കോർണർ ഉണ്ട്. സ്ലാൻഡ് എഡ്ജ് ആണോ? അല്ല, ഇതിനെ വിളിക്കുന്ന പേര് വെർട്ടിക്കൽ എഡ്ജസ്. ഓക്കെ, വെർട്ടിക്കൽ എഡ്ജസ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? ട്രയാങ്കുലർ ഫേസ് ആണോ? അല്ല, വെർട്ടിക്കൽ ഫേസ് അല്ലേ, വെർട്ടിക്കൽ ഫേസ്, വെർട്ടിക്കൽ ഫേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പിരമിഡും പ്രിസത്തിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്. ഇനി നിങ്ങളൊരു ക്വസ്റ്റ്യൻ കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ്. ഓക്കെ, ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഓൺ കോർണർ, റെസ്റ്റിംഗ് ഓൺ സ്ലാൻഡ് എഡ്ജ്, റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കിൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കും. അതൊന്നും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ പിരമിഡ് ആണെങ്കിൽ അതിൻ്റെ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് എങ്ങനെ വരും? നമുക്ക് ഓരോ പിരമിഡ് അനുസരിച്ചിട്ട് അല്ലേ, ഇപ്പം പെൻറ്റഗണൽ പിരമിഡ് ആണെങ്കിൽ എങ്ങനെ വരും, അങ്ങനെ വരും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു പിരമിഡ് എടുക്കാം, നമുക്ക് സ്ക്വയർ പിരമിഡ് എടുക്കാം. ഓക്കെ, സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ ട്രൂ ഷേപ്പ് സ്ക്വയർ പിരമിഡ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇതാണ് സ്ക്വയർ പിരമിഡ്, സെൻട്രൽ നിന്ന് അപ്പെക്സ് പോയിന്റ് എല്ലായിടത്തും വരയ്ക്കുന്നത്. ഓക്കെ, ഇതാണ് സ്ക്വയർ പിരമിഡ് ആണേ. സ്ക്വയർ പ്രിസം വരയ്ക്കുമ്പോൾ നോക്കി, ഇതാ സ്ക്വയർ പ്രിസം. ഓക്കെ, ഇതിന് രണ്ടിൻ്റെയും ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വരയ്ക്കും? ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. നോക്കി, ദാ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്. ഓക്കെ, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കുന്നു. എന്ത് ഉറപ്പായിട്ടും ആ സ്ലാൻഡ് എഡ്ജസ് കാണിക്കണം. ഓക്കെ, ഇതാണ് ട്രൂ ഷേപ്പ്. ഇവിടെ നിങ്ങൾ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? ട്രൂ ഷേപ്പ് വരയ്ക്കും. ഓക്കെ, ട്രൂ ഷേപ്പ് ഇതാണ്, സ്ലാൻഡ് എഡ്ജസ് വേണ്ട, ഇതാണ് അതിൻ്റെ ട്രൂ ഷേപ്പ് അല്ലേ. ശ്രദ്ധിച്ചേ, ഇതല്ല അതിൻ്റെ ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ ട്രൂ ഷേപ്പ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ബേസിൻ്റെ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം. ഓക്കെ, പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ട്രൂ ഷേപ്പ് എപ്പോഴും എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. എക്സ് വൈ ലൈനിൽ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ വരയ്ക്കാം അല്ലേ, പിരമിഡ് ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്കൊരു വരയ്ക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ദാ ഒരു എക്സ് വൈ ലൈൻ വരച്ചു, നിങ്ങൾക്ക് ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് ഒന്നുകിൽ ഇങ്ങനെ വരയ്ക്കാം അല്ലേ, സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ നോക്കി ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, രണ്ട് രീതിയിൽ വരയ്ക്കാം അല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് റൈറ്റ് സൈഡിൽ എഡ്ജ് വന്നു കണ്ടോ, റൈറ്റ് സൈഡിൽ ഇങ്ങനെ എഡ്ജ് വന്നു, ഇവിടെ റൈറ്റ് സൈഡിൽ എന്ത് വന്നു? കോർണർ വന്നു. അപ്പോൾ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം അല്ലേ. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, നോക്കിയേ, ശ്രദ്ധിച്ച്, ദ സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ സ്ക്വയറിന് രണ്ട് പോസിബിലിറ്റി ഉണ്ട് കണ്ടോ, ഒന്നുകിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇനി നമുക്ക് പെൻറ്റഗൺ ആണെങ്കിൽ നോക്കാം. പെൻറ്റഗൺ ആണെങ്കിൽ ദാ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. ദാ നോക്കിയേ, പെൻറ്റഗൺ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ എഡ്ജ് വരുന്നൊരു പോസിബിലിറ്റി ഉണ്ട്, റൈറ്റ് സൈഡിൽ കോർണർ വരുന്നൊരു പോസിബിലിറ്റി. അപ്പോൾ ട്രൂ ഷേപ്പ് ഒരു പിരമിഡ് ആയാലും പ്രിസം ആയാലും ട്രൂ ഷേപ്പ് ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് ഏത് രീതിയിൽ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, ഏത് വരുമ്പോൾ ഏത് വരയ്ക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റെസ്റ്റിംഗ് അല്ലേ, ഒരു സോളിഡ് പിരമിഡ് ആയിക്കോട്ടെ, പ്രിസം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ്. ഓക്കെ, ബേസ് എഡ്ജ്. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയേ, നമ്മുടെ ഇതിലോട്ട് നോക്കിയേ, ബേസ് എഡ്ജ്. ഓക്കെ, ആദ്യം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇതാണല്ലോ നമ്മുടെ പ്രിസം, എവിടെ റെസ്റ്റ് ചെയ്യാണ്? ബേസ് എഡ്ജ്. ഇതിൽ ഏതാണ് ബേസ് എഡ്ജ് എന്ന് പറയുന്നത്? ഇതാണ് ബേസ് എഡ്ജ്. കണ്ടോ, ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുകയാണ്. ബേസ് എഡ്ജിൽ കണ്ടോ, ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുകയാണ് കണ്ടോ, ഇതാണ് റെസ്റ്റിംഗ്. ബേസ് എഡ്ജ് ഇതാണ് ബേസ് എഡ്ജ്. ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുകയാണ് കണ്ടോ. ഇനി നിങ്ങളോട് ഈ ഒരു സാധനത്തിൻ്റെ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്
ബേസിൻ്റെ ട്രൂ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ നേരെയാക്കി എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ എന്താണ് ട്രൂ ഷേപ്പ് കാണുന്നത്? കണ്ടോ, റെസ്റ്റിംഗ് ഓൺ എഡ്ജ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കണ്ടോ, നിങ്ങൾ കാണുന്നത് ഇവിടെ ഒരു വെർട്ടിക്കൽ സൈഡ് അല്ലേ, ഇങ്ങനെ ഒരു സാധനമാണ് വന്നത്. കണ്ടോ, അപ്പോൾ റെസ്റ്റിംഗ് ഓൺ എഡ്ജ് എന്ന് പറഞ്ഞാൽ ട്രൂ ഷേപ്പ് വരേണ്ടത് റൈറ്റ് സൈഡിൽ എന്ത് വരണം? എഡ്ജ് വരണം. റൈറ്റ് സൈഡിൽ ഒരു വെർട്ടിക്കൽ വരണം. ഡൗട്ട് ഉണ്ടോ? കണ്ടോ, ഇതാണ് ഞാനിപ്പോൾ വരച്ചത്. കണ്ടോ, റൈറ്റ് സൈഡിൽ ഒരു വെർട്ടിക്കൽ വരണം. കണ്ടോ, റൈറ്റ് സൈഡിൽ വെർട്ടിക്കൽ വരണം. അപ്പോൾ ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യണം. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി ഇത് ഒരു പ്രിസം മാറി പിരമിഡ് ആയാലോ? റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ്, ഇതാണ് ബേസ് എഡ്ജ്. ഈ ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് കാണണമെങ്കിൽ നിങ്ങൾ ഇതിനെ നിവർത്തി വെച്ചിട്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നോക്കിയേ ഇതാ ഇവിടെ ഒരു വെർട്ടിക്കൽ എഡ്ജ് ഉണ്ട്. കണ്ടോ, വെർട്ടിക്കൽ എഡ്ജ് കണ്ടോ. അപ്പോൾ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് എങ്ങനെയായിരിക്കും വരയ്ക്കേണ്ടത്? ഇതാ കണ്ടോ, വെർട്ടിക്കൽ എഡ്ജ്. ക്ലിയർ? ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് ആണെങ്കിൽ മനസ്സിലായി. ഇനി നമുക്ക് ബേസ് എഡ്ജ് പോലെ തന്നെ വരാം. നോക്കി, റെസ്റ്റിംഗ് ഓൺ വെർട്ടിക്കൽ ഫേസ്. എന്താണ് ഈ ഫേസിനെ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ ഫേസ്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഞാൻ സ്ലൈഡ് ചെയ്താണ് വെർട്ടിക്കൽ ഫേസ്. വെർട്ടിക്കൽ ഫേസ്. ഓക്കെ, ക്ലിയർ? ഇവിടെ നോക്കിയേ, റെസ്റ്റിംഗ് ഓൺ വെർട്ടിക്കൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ വെർട്ടിക്കൽ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നു, കിടക്കുവാണ്. കണ്ടോ, ഇത് നിങ്ങൾക്ക് ട്രൂ ഷേപ്പ് ബേസ് കാണാനായിട്ട് ഇതിനെ നിവർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോഴും നിങ്ങൾ കാണുന്ന എന്താണ്? റൈറ്റ് സൈഡിൽ ഒരു വെർട്ടിക്കൽ ഇത് വരണം. റൈറ്റ് സൈഡിൽ വെർട്ടിക്കൽ വരണം. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ വെർട്ടിക്കൽ വരുന്ന ട്രൂ ഷേപ്പ് ഇതല്ലേ? ആണല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഇതേ സാധനം പിരമിഡ് ആണെന്ന് വിളിച്ച് നോക്കിയേ. പിരമിഡ് ആണെങ്കിൽ റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ്, ഇതാണ് ട്രയാങ്കുലർ ഫേസ്. ഈ ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വരാം ട്രയാങ്കുലർ ഫേസ്. ട്രയാങ്കുലർ ഫേസ്. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ്. നിങ്ങൾക്ക് ട്രൂ ഷേപ്പ് അറിയണമെങ്കിൽ നിങ്ങൾ ഇതിനെ നിവർത്തി വെച്ചു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലോട്ട് തിരിക്കുമ്പോൾ കണ്ടോ, ഇവിടെ റൈറ്റ് സൈഡിൽ എന്ത് കാണുന്നു? ഒരു വെർട്ടിക്കൽ എഡ്ജ് കാണുന്നു. അപ്പോൾ വെർട്ടിക്കൽ എഡ്ജ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഒരു ക്വസ്റ്റ്യനകത്ത് റെസ്റ്റിംഗ് ഓൺ ഏതൊക്കെ ടേം കാണാം? റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫേസ്, അല്ലെങ്കിൽ ട്രയാങ്കുലർ ഫേസ്. അങ്ങനെയാണെങ്കിൽ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കുമ്പം റൈറ്റ് സൈഡ് എന്താ ഉണ്ടായിരിക്കണം? വെർട്ടിക്കൽ ആയിട്ടൊരു ലൈൻ ഉണ്ടായിരിക്കണം. അടുത്ത കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത പോയിന്റ്, റെസ്റ്റിംഗ് ഓൺ കോർണർ. കോർണറിൽ റെസ്റ്റ് ചെയ്യുക എന്ന് പറയാണ്. അപ്പോൾ എന്താണ് കോർണർ എന്ന് പറയുന്നത്? നോക്കി, ഇതാ ഇതൊരു പ്രിസമാണ്. റെസ്റ്റിംഗ് ഓൺ കോർണർ. കോർണർ ഏതാണ്? ഇതാണ് കോർണർ അല്ലേ? നോക്കി, ഇതാണ് കോർണർ. റെസ്റ്റിംഗ് ഓൺ കോർണർ. കോർണറിൽ റെസ്റ്റ് ചെയ്യണം അല്ലേ? കോർണർ റെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് കാണാൻ വേണ്ടി നിങ്ങൾ നിവർത്തി വെച്ചിട്ട് കാണാൻ പറ്റുന്നില്ല. ഒന്ന് തിരിച്ചു നോക്കിയപ്പോൾ നിങ്ങൾ കാണുന്ന ട്രൂ ഷേപ്പ് കണ്ടോ, റൈറ്റ് സൈഡിൽ ഒരു കോർണർ വരണം. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ട്രൂ ഷേപ്പ്. കണ്ടോ ഇതാ റൈറ്റ് സൈഡിൽ ഒരു കോർണർ വരണം. അപ്പോൾ ഞാൻ ട്രൂ ഷേപ്പ് വരച്ച കണ്ടോ, റൈറ്റ് സൈഡിൽ ഒരു കോർണർ വരണം. കണ്ടോ റൈറ്റ് സൈഡിൽ കോർണർ വരണം. അപ്പോൾ കോർണറിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കോർണർ വരണം. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇനി ഇത് പ്രിസം മാറിയിട്ട് പിരമിഡ് ആണെങ്കിലോ? കോർണറിൽ റെസ്റ്റ് ചെയ്യണം. ഇതാ കണ്ടോ, കോർണറിൽ റെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്. അപ്പോൾ ഞാൻ നിവർത്തി വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ കണ്ടോ, ഇവിടെ എന്ത് വരണം? നോക്കിയേ, കോർണർ വരണം. കണ്ടോ, ഒരു കോർണർ വരണം. അപ്പോൾ അവിടെയും ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് എന്ത് വരും? കണ്ടോ, അപ്പോൾ 2 ടൈപ്പ് ഓഫ് ബേസ് ഉണ്ട്. ഓക്കെ, ട്രൂ ഷേപ്പ് ബേസ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് എഡ്ജ് ടൈപ്പ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് കോർണർ ടൈപ്പ് ട്രൂ ഷേപ്പ്. കോർണർ ടൈപ്പ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കോർണറായി. ഇനി കോർണറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ്? ശ്രദ്ധിച്ചേ, നിങ്ങൾ നോക്കിയേ, കോർണറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ലാൻഡ് എഡ്ജ് അല്ലേ? കോർണറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ലാൻഡ് എഡ്ജ്. അപ്പോൾ അതിൽ റെസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾ കേൾക്കുവാണ് റെസ്റ്റിംഗ് ഓൺ സ്ലാൻഡ് എഡ്ജ്. കണ്ടോ, സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് കാണണം. നിങ്ങളതിനെ നിവർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് നോക്കിയപ്പോൾ നിങ്ങൾ കാണുന്ന എന്താണ്? ഇവിടെ ഒരു കോർണർ. കണ്ടോ. അപ്പോൾ സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാലും ഓക്കെ, സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും സ്ലാൻഡ് എഡ്ജ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? കോർണറുമായിട്ട്. അപ്പോൾ ഏത് ട്രൂ ഷേപ്പാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്? കോർണർ ടൈപ്പ് ട്രൂ ഷേപ്പ് വരയ്ക്കണം. ഓക്കെ, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അത് പ്രിസം ആയിക്കോട്ടെ. പ്രിസം ആണെങ്കിൽ റെസ്റ്റിംഗ് ഓൺ ദിസ് വെർട്ടിക്കൽ എഡ്ജ്. കോർണറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരാണ്?
നോക്കി ശ്രദ്ധിച്ചേ, ഈ കോർണറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് വെർട്ടിക്കൽ എഡ്ജ് ആണ്. അപ്പോൾ വെർട്ടിക്കൽ എഡ്ജ് റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് കാണണമെങ്കിൽ നിങ്ങൾ നിവർത്തി വെച്ചു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, ദാ റൈറ്റ് സൈഡിൽ ഒരു കോർണർ വരുന്ന ടൈപ്പാണ് വരയ്ക്കേണ്ടത്. റൈറ്റ് സൈഡിൽ കോർണർ വരുന്ന ടൈപ്പ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പം ഞാൻ ഇതൊന്ന് സമ്മറി ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ ഇതിൻ്റെ സമ്മറി നമുക്ക് പറയാം. ഓക്കെ, എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം, റെസ്റ്റിംഗ് ഓൺ എന്താണ് ഫസ്റ്റ് വരുന്നത്? ബേസ് എഡ്ജ്. ഓക്കെ, ബേസ് എഡ്ജ് എന്ന് വരാം. ആ എഡ്ജുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? അല്ലെങ്കിൽ ട്രയാങ്കുലർ ഫേസിംഗ് എന്ന് പറയാം. ട്രയാങ്കുലർ ഫേസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫേസ്. ഇങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുവാണ്. റെസ്റ്റിംഗ് ഓൺ എന്തൊക്കെ പറഞ്ഞേ? ഓക്കെ, റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ്, റെസ്റ്റിംഗ് ഓൺ വെർട്ടിക്കൽ ഫേസ്. ഇതാണ് വെർട്ടിക്കൽ ഫേസ് റെസ്റ്റിംഗ് ആണ്. അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ്. ഇങ്ങനെ 3 നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരയ്ക്കേണ്ട ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് എങ്ങനത്തെ ആയിരിക്കണം? റൈറ്റ് സൈഡിൽ എഡ്ജ് വരുന്നത്, അതായത് എഡ്ജ് ടൈപ്പ്. ഓക്കെ, എഡ്ജ് ടൈപ്പ്. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി അടുത്ത നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുവാണ്, റെസ്റ്റിംഗ് ഓൺ എവിടെ റെസ്റ്റ് ചെയ്യുവാണ്? കോർണർ. എന്താണ്? കോർണറിൽ റെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുക. കോർണറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? സ്ലാൻഡ് എഡ്ജ്, അതുപോലെ വെർട്ടിക്കൽ എഡ്ജ്. ഓക്കെ, കാണാതെ പഠിക്കരുത്, നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, കോർണറിൽ റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഏത് ടൈപ്പ് ബേസ് ട്രൂ ഷേപ്പ് വരയ്ക്കണം? കോർണർ ടൈപ്പ്. റൈറ്റ് സൈഡിൽ കോർണർ വരണം കേട്ടോ, റൈറ്റ് സൈഡിൽ കോർണർ വരണം. ഈ കോർണറുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്ലാൻഡ് എഡ്ജ്. അപ്പോൾ റൈറ്റ് സൈഡിൽ സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലും കോർണർ വരണം. ഓക്കെ, ഇനി അടുത്ത വെർട്ടിക്കൽ എഡ്ജ് ആർക്കാണുള്ളത്? പ്രിസത്തിനാണ് വെർട്ടിക്കൽ ഉള്ളത്. വെർട്ടിക്കൽ എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും കോർണർ ടൈപ്പ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ബേസ്. റെസ്റ്റിംഗ് പൊസിഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഏത് ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് ആണ് വരയ്ക്കേണ്ടത്? ഇതാണോ വരയ്ക്കേണ്ടത്? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്കൊരു പെൻഡഗൺ എടുക്കാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത്? പെൻഡഗണൽ പിരമിഡ്. ഓക്കെ, പെൻഡഗണൽ പിരമിഡ്, അതുപോലെ പെൻഡഗണൽ പ്രിസം. ഓക്കെ, ഫസ്റ്റ് റെസ്റ്റിംഗ് ഓൺ എഡ്ജ് ആണ്. എഡ്ജിൽ റെസ്റ്റ് ചെയ്യണം. നിങ്ങൾ എങ്ങനെ ട്രൂ ഷേപ്പ് വരയ്ക്കും? പെൻഡഗൺ എന്ന് പറയുമ്പോഴേ ട്രൂ ഷേപ്പ് ഉറപ്പായിട്ടും പെൻഡഗൺ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, പെൻഡഗൺ വരച്ചു. ഓക്കെ, വ്യക്തമായിട്ട് പറഞ്ഞിട്ട് എഡ്ജിൽ റെസ്റ്റ് ചെയ്യണം, അതുകൊണ്ട് റൈറ്റ് സൈഡിൽ എഡ്ജ് വരച്ചു. സിമ്പിൾ. ഓക്കെ, പിരമിഡ് ആയത് കാരണം നമ്മൾ എന്ത് വരയ്ക്കണം? സ്ലാൻഡ് എഡ്ജസ് എല്ലാം വരയ്ക്കണം. ഇതാണ് ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്. ഓക്കെ, ഇനി പ്രിസം ആണെങ്കിൽ എന്താണ് വരയ്ക്കേണ്ടത്? പ്രിസം ആണെങ്കിലും എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. സോ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കുമ്പോൾ പെൻഡഗൺ ഷേപ്പാണ്. റൈറ്റ് സൈഡിൽ എഡ്ജ് വരണം. കണ്ടോ? റൈറ്റ് സൈഡിൽ എഡ്ജ് വരണം. കണ്ടോ? പ്രിസത്തിന് ഒരിക്കലും ലാൻഡ് എഡ്ജസ് ഇല്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരയ്ക്കരുത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കാൻ പഠിച്ചു. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ എഡ്ജ് എന്ന് മാറിയിട്ട് എന്ത് ചോദിക്കാം? അവർ ട്രയാങ്കുലർ ഫേസ്. ഓക്കെ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫേസ്. റെസ്റ്റിംഗ് ഓൺ വെർട്ടിക്കൽ ഫേസ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ഫേസ് എന്ന് പറഞ്ഞാലും എഡ്ജ് ടൈപ്പാണ് വരയ്ക്കേണ്ടത്. ഇവിടെയും എഡ്ജ് ടൈപ്പാണ് വരയ്ക്കേണ്ടത്. ഡൗട്ട് ഉണ്ടോ? ഇനി നമുക്ക് വേറെ ടൈപ്പ് ഓഫ് ചോദിക്കുന്നു, റെസ്റ്റിംഗ് ഓൺ കോർണർ അല്ലെങ്കിൽ കോർണറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? കോർണറുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താണ്? കോർണറുമായിട്ട് ബന്ധപ്പെട്ടത് സ്ലാൻഡ് എഡ്ജ് അല്ലേ? അല്ലെങ്കിൽ പ്രിസത്തിൽ നമ്മൾ അതിന് പറയുന്ന പേര് കോർണറുമായിട്ട് ബന്ധപ്പെട്ട വെർട്ടിക്കൽ എഡ്ജിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് വരയ്ക്കണം? കോർണർ ടൈപ്പ് വരയ്ക്കണം. കോർണർ റൈറ്റ് സൈഡിൽ കോർണർ വരണം. റൈറ്റ് സൈഡിൽ കോർണർ വരുന്ന പെൻഡഗൺ എങ്ങനെ വരയ്ക്കണം? ദ റൈറ്റ് സൈഡിൽ കോർണർ. കണ്ടോ? പിരമിഡ് ആണെങ്കിൽ ഉടനെ തന്നെ സ്ലാൻഡ് എഡ്ജസ് വരയ്ക്കുക. ദ റൈറ്റ് സൈഡിൽ കോർണർ. കണ്ടോ? റൈറ്റ് സൈഡിലെ കോർണർ കണ്ടോ? ഇതാണ് പ്രിസവും പിരമിഡും അതിൻ്റെ റെസ്റ്റിംഗ് പൊസിഷൻ. ഇനി നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സിമ്പിൾ പൊസിഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ റെസ്റ്റിംഗ് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, വെർട്ടിക്കൽ പ്ലെയിനാണ് റെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഇനി ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് സോളിഡ് എങ്ങനെ ഇരുന്നാലും എവിടെ റെസ്റ്റ് ചെയ്താലും നിങ്ങളിപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. നമുക്കിനി ഒരു സമ്മറി നമുക്ക് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് എല്ലാം കൂടെ ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാം കൂടെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മളെ കണ്ടീഷൻ റെസ്റ്റിംഗ് ഓൺ HP
എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഇമേജ് വേണം. ഒരു പ്ലെയിൻ ഉണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എന്താണ് ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് XY ലൈൻ വരയ്ക്കുക. XY ലൈനിൻ്റെ താഴെ നമ്മൾ എന്താണ് വരയ്ക്കുന്നത്? ടോപ്പ് വ്യൂവും XY ലൈനിൻ്റെ മേളിൽ ഫ്രണ്ട് വ്യൂവും. റെസ്റ്റിംഗ് ഓൺ HP, നമ്മുടെ ഫിഗർ നമുക്ക് ഓർമ്മയുണ്ട്. റെസ്റ്റിംഗ് ഓൺ HP, മേളിൽ നിന്ന് നോക്കുമ്പോൾ ട്രൂ ഷേപ്പ് കാണും. സോ അല്ലേ, ടോപ്പ് വ്യൂവിൽ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് കാണും. അപ്പോൾ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചു. ഇനി അടുത്ത് റെസ്റ്റിംഗ് ഓൺ HP ആണല്ലോ, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് ഇവിടെ വേണമെങ്കിൽ അടുത്ത് ഇവിടെ ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡും വരയ്ക്കാം. ഇത്രയും മനസ്സിലായല്ലോ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ റെസ്റ്റിംഗ് ഓൺ HP നമ്മൾ എല്ലാ കണ്ടീഷൻസും വരയ്ക്കാൻ പോവാണ്. നിങ്ങളുടെ പ്രോബ്ലം ചെയ്യാൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നമ്മൾ റെസ്റ്റിംഗ് ഓൺ HP എല്ലാ കണ്ടീഷൻസും വരയ്ക്കാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് വരയ്ക്കാം. റെസ്റ്റിംഗ് പൊസിഷൻസ് എഴുതാം. ഒന്ന് റെസ്റ്റിംഗ് ഓൺ എഡ്ജ്, എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു. എഡ്ജുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്താണ്? ട്രയാങ്കുലർ ഫേസ്, ട്രയാങ്കുലർ ഫേസിലെന്ന് പറയാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫേസ്. ഇത് മൂന്നിലും റെസ്റ്റ് ചെയ്യാണ് ഒരു കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ കോർണറിൽ റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോർണറുമായിട്ട് ബന്ധപ്പെട്ട സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യാം. ഓക്കെ, സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യാം, കോർണറിൽ റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോർണറിൽ റെസ്റ്റ് ചെയ്യാം, സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ്. ഓക്കെ, പിന്നെ പ്രിസമാണെങ്കിൽ വെർട്ടിക്കൽ എഡ്ജ്. ഇങ്ങനെയുള്ള പേര് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ഏതാണ് നമ്മൾ കണ്ടീഷൻ പറയാൻ പോകുന്നത്? റെസ്റ്റിംഗ് ഓൺ HP. റെസ്റ്റിംഗ് ഓൺ HP എല്ലാം ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. റെസ്റ്റിംഗ് ഓൺ HP. ആദ്യം നമുക്ക് ഏതൊക്കെ എടുക്കാം? പ്രിസവും പിരമിഡും എടുക്കാം. ആദ്യം നമുക്ക് മൂന്ന് സൈഡ് ഉള്ളത്. അപ്പോൾ ട്രയാങ്കുലർ അല്ലേ, ട്രയാങ്കുലർ. ആദ്യം നമുക്ക് XY ലൈൻ വരച്ചു. XY ലൈനിൻ്റെ താഴെ എന്താണ് റെസ്റ്റിംഗ് ഓൺ HP പറയുന്നത്? റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറഞ്ഞാൽ XY ലൈനിൻ്റെ താഴെ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കണം. ഓക്കെ, ട്രയാങ്കുലർ ആണെങ്കിൽ നിങ്ങൾ എന്ത് വരയ്ക്കണം? ട്രയാങ്കിൾ വരയ്ക്കും. ശ്രദ്ധിച്ചേ, എഡ്ജ് അല്ലേ, റൈറ്റ് സൈഡിൽ എഡ്ജ് കണ്ടോ, ട്രയാങ്കിൾ. അപ്പോൾ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചു. ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്നത് പിരമിഡും അടുത്ത് വരയ്ക്കുന്നത് പ്രിസവുമാണ്. ഓക്കെ, പിരമിഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ അപ്പം തന്നെ സ്ലാൻഡ് എഡ്ജസ് വരയ്ക്കണം. അപ്പോൾ ഏത് വരച്ചു? റെസ്റ്റിംഗ് ഓൺ HP ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചു. ഇനി അടുത്ത് എന്താണ് വരയ്ക്കേണ്ടത്? ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് പിരമിഡ് ആണെങ്കിൽ ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് എന്തായിരിക്കും? ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് കഴിഞ്ഞു. കണ്ടോ? അപ്പോൾ ഒരു ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തു. ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചു, ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് വരച്ചു. കണ്ടോ, സിമ്പിളായില്ലേ? ഇനി നമുക്കിത് പിരമിഡ് ആണെങ്കിൽ ആലോചിച്ച് നോക്കി. പിരമിഡ് ആണെങ്കിൽ ഒന്നുമില്ല, XY ലൈൻ വരച്ചു. XY ലൈനിൻ്റെ താഴെ എന്താണ് വരയ്ക്കേണ്ടത്? എവിടെയാണ്? റെസ്റ്റിംഗ് ഓൺ HP എന്നാണ് പറയുന്നത്. HP റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് താഴെ വരയ്ക്കണം. ഓക്കെ, എന്താണ്? ട്രയാങ്കുലർ പ്രിസമാണ്. ട്രയാങ്കുലർ പ്രിസമാണെങ്കിൽ എങ്ങനെ റെസ്റ്റ് ചെയ്യാം? എഡ്ജിൽ റെസ്റ്റ് ചെയ്യാം, ട്രയാങ്കുലർ റെസ്റ്റ് ചെയ്യാം, വെർട്ടിക്കൽ ഫേസിൽ റെസ്റ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? റൈറ്റ് സൈഡിൽ എഡ്ജ് വരയ്ക്കണം. ഓക്കെ, ഇവിടെ എഡ്ജസ് ഇങ്ങനെ വരയ്ക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ പ്രിസത്തിൻ്റെത് കഴിഞ്ഞു. ഇനി എന്താണ്? ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചാൽ, ശ്രദ്ധിച്ച്, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചാൽ അടുത്ത് ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് വരയ്ക്കണം. ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് എങ്ങനെയാണ്? പ്രിസം ആണെങ്കിൽ ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, കണ്ടോ? അപ്പോൾ നിങ്ങൾ ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ വരച്ചു. കണ്ടോ, ഇതാണ് ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ വരുന്നത്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ പൊസിഷൻ. കണ്ടോ, സമാധാനത്തോടെ അവരിയ്ക്കുകയാണ്. കണ്ടോ, സിമ്പിൾ പൊസിഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു ട്രയാങ്കുലർ പ്രിസത്തിന് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഡയഗ്രാം. ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഡയഗ്രാം. വെർട്ടിക്കൽ ഫേസിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഓക്കെ, സിമ്പിൾ പൊസിഷൻ. ഡയഗ്രാം എന്ന് പറഞ്ഞാൽ സിമ്പിൾ പൊസിഷൻ. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി ഒരു ട്രയാങ്കുലർ പിരമിഡാണ്, പ്രിസം എന്നാണ്. ട്രയാങ്കുലർ പിരമിഡ് ആണെങ്കിൽ ഇത് പ്രിസത്തിൻ്റെത്. ഓക്കെ, ഇനി ഇതേ ട്രയാങ്കുലർ പ്രിസം കോർണറിൽ റെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നു, അല്ലെങ്കിൽ സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നു, അല്ലെങ്കിൽ വെർട്ടിക്കലി റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിതാ ഒരു ലൈൻ വരച്ചു. ഓക്കെ, എന്താണ്? ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് താഴെ വരയ്ക്കണം. എങ്ങനെയാണ്? കോർണറിലാണ്. ശ്രദ്ധിച്ചേ, കോർണറിലാണ്. അപ്പോൾ കോർണർ അല്ലെങ്കിൽ സ്ലാൻഡ് എഡ്ജ് അല്ലെങ്കിൽ വെർട്ടിക്കൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കോർണർ വരണം. അപ്പോൾ എങ്ങനെ വരയ്ക്കും? ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് ട്രയാങ്കിൾ ഷേപ്പാണ്, റൈറ്റ് സൈഡിൽ കോർണർ വരണം. കണ്ടോ, ഇവിടെ കണ്ടോ, റൈറ്റ് സൈഡിൽ എഡ്ജ് വന്നതുപോലെ ഇവിടെ റൈറ്റ് സൈഡിൽ കോർണർ വരണം. ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് മേളിൽ വരയ്ക്കണം. അപ്പോൾ ട്രൂ ഷേപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, പിരമിഡ് ആണെങ്കിൽ ട്രൂ ഷേപ്പ് ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പിരമിഡിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത് പ്രിസം ആണെങ്കിലും ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് താഴെ വരയ്ക്കണം. എങ്ങനെയാണ് താഴെ? ഇത് വരയ്ക്കുന്നു.
കണ്ടോ? ഇവിടെ എഡ്ജസ് വരയ്ക്കണം, സ്ലാൻഡ് എഡ്ജസ് അപ്പോൾ തന്നെ വരയ്ക്കണം, 3 സ്ലാൻഡ് എഡ്ജസ് വരയ്ക്കണം. ഓക്കെ, ഇവിടെ എന്താണ് ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് വരയ്ക്കണം. ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് എന്തായിരിക്കും? പിരമിഡാണ്, പ്രിസമാണെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കും. കണ്ടോ? റെക്റ്റാങ്കിൾ ഷേപ്പ്. കണ്ടോ? അപ്പോൾ നിങ്ങൾക്കിനി ഏത് ഇതാണെങ്കിലും ഇതിനെ വിളിക്കുന്നത് സിമ്പിൾ പൊസിഷൻ. ഓക്കെ, അത് ആക്സിസ് പെർപെൻഡിക്കുലർ, ഓരോ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പൊസിഷനാണ് സിമ്പിൾ പൊസിഷൻ. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ട്രയാങ്കുലർ എന്ന് പറയുന്നതിൻ്റെ പിരമിഡായാലും പ്രിസമായാലും എവിടെ റെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമുക്കറിയാം, എഡ്ജിൽ റെസ്റ്റ് ചെയ്യുക, ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുക, കോർണറിൽ റെസ്റ്റ് ചെയ്യുക, സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ട്രയാങ്കിൾ കഴിഞ്ഞ് 4 ഉള്ളത് അല്ലേ, സ്ക്വയർ. ഓക്കെ, സ്ക്വയർ. ആദ്യം നമുക്ക് പ്രിസത്തിൻ്റെ മാർക്ക് ചെയ്യാം. XY ലൈൻ വരച്ചു. സ്ക്വയർ ആണെങ്കിൽ എവിടെയാണ്? എഡ്ജിൽ, ട്രയാങ്കുലർ ഫേസിൽ, വെർട്ടിക്കൽ, ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റൈറ്റ് സൈഡിൽ എഡ്ജ് വരണം. സ്ക്വയർ റൈറ്റ് സൈഡിൽ എഡ്ജ്. കണ്ടോ? ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചു. ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് എന്ന് പറഞ്ഞാൽ പ്രിസം ആണെങ്കിൽ, പിരമിഡ് ആണെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പ്. ഓക്കെ, പിരമിഡ് ആയതുകൊണ്ട് എഡ്ജസ് വരച്ചു. ഇനി അടുത്ത് പ്രിസം ആണെങ്കിലും എവിടെയാണ്? എഡ്ജിലാണ്, ട്രയാങ്കുലറിലാണ്, വെർട്ടിക്കൽ ഫേസിൽ റെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ്. കണ്ടോ? റൈറ്റ് സൈഡ്. പ്രിസം ആണെങ്കിൽ ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് റെക്റ്റാങ്കുലർ ഷേപ്പ്. കണ്ടോ? അതുപോലെ നമുക്ക് ഇവിടെയും വരച്ചിട്ട് കോർണർ ആണെങ്കിൽ എങ്ങനെ വരയ്ക്കണം? നോക്കി, ഇവിടെ കോർണറിലാണ്, സ്ലാൻഡ് എഡ്ജിലാണ്, വെർട്ടിക്കൽ എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്നുമില്ല, XY ലൈൻ വരയ്ക്കുക, കോർണർ ടൈപ്പ് ട്രൂ ഷേപ്പ് വരയ്ക്കുക. ഓക്കെ, XY ലൈൻ വരച്ചു. കോർണർ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നത്. കണ്ടോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ എഡ്ജാണ് റൈറ്റ് സൈഡിൽ വന്ന്, ഇവിടെ കോർണറാണ് റൈറ്റ് സൈഡിൽ വന്ന്. ഉറപ്പായിട്ടും പ്രിസം പിരമിഡ് വരച്ചു കഴിഞ്ഞാൽ അതിന് എഡ്ജസ് വരയ്ക്കണം. എല്ലാ എഡ്ജസും വരച്ചു. ട്രൂ ഷേപ്പ് എന്തായിരിക്കും? ട്രൂ ഷേപ്പ് ഓഫ് സോളിഡ് എന്തായിരിക്കും? ട്രയാങ്കുലർ ആയിരിക്കും. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി എന്താണ്? നോക്കി, സ്ക്വയർ പിരമിഡാണ്, സ്ക്വയർ പ്രിസമാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ എഡ്ജസ് വരയ്ക്കേണ്ട. എന്തായാലും ട്രൂ ഷേപ്പ് എന്തായിരിക്കും? ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടോ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു രീതി ലോജിക്കലി നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കാം. പെൻഡഗണൽ പ്രിസം അല്ലെ, പെൻഡഗണൽ ഫസ്റ്റ് പിരമിഡ്. ഓക്കെ, പിരമിഡ് XY ലൈൻ വരച്ചു. എന്താണ്? റെസ്റ്റിംഗ് ഓൺ എഡ്ജ്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എഡ്ജ് വരണം. അപ്പോൾ പെൻഡഗൺ എങ്ങനെ റൈറ്റ് സൈഡിൽ എഡ്ജ് വരുന്ന ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ? റൈറ്റ് സൈഡിൽ എഡ്ജ്. പിരമിഡ് ആയതുകൊണ്ട് അപ്പം തന്നെ സ്ലാൻഡ് എഡ്ജസ് എല്ലാം വരച്ചു. ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് എന്തായിരിക്കും? ട്രയാങ്കിൾ ഷേപ്പ്. ഓക്കെ, ഇനി അത് പിരമിഡ് ആണെങ്കിൽ, പ്രിസം ആണെങ്കിൽ എന്ത് വരും? പ്രിസം ആണെങ്കിൽ റൈറ്റ് സൈഡ് അതുപോലെ തന്നെ. കണ്ടോ? ഇവിടെ സ്ലാൻഡ് എഡ്ജ് വരയ്ക്കരുത്. ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കും. ഇനി അടുത്ത ഇങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. അതേ പെൻഡഗണൽ പിരമിഡ് കോർണറിലോ, സ്ലാൻഡ് എഡ്ജിലോ, വെർട്ടിക്കൽ എഡ്ജിലോ ആണ് റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കുമ്പോൾ എന്താണ്? റൈറ്റ് സൈഡിൽ കോർണർ വരുന്ന രീതിയിൽ വരയ്ക്കണം. ഓക്കെ, കണ്ടോ? ഇത് പിരമിഡ് ആയതുകൊണ്ട് സ്ലാൻഡ് എഡ്ജസ് എല്ലാം വരച്ചു. ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് ട്രയാങ്കുലർ ആയിരിക്കും. പ്രിസം ആണെങ്കിൽ റൈറ്റ് സൈഡിൽ കോർണർ വരുന്ന രീതിയിൽ വരച്ചു. സ്ലാൻഡ് എഡ്ജസ് വരയ്ക്കേണ്ട. പ്രിസം ആണെങ്കിൽ ട്രൂ ഷേപ്പ് എന്തായിരിക്കും? റെക്റ്റാങ്കിൾ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇതെന്താണ്? റെസ്റ്റിംഗ് ഓൺ HP. കണ്ടോ? ഇനി നിങ്ങൾക്ക് എന്തും പറ്റും. റെസ്റ്റിംഗ് ഓൺ HP, റെസ്റ്റിംഗ് ഓൺ എഡ്ജ് ആണോ, ട്രയാങ്കുലർ ഫേസ് ആണോ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫേസ് ആണോ, കോർണറിലാണോ, സ്ലാൻഡ് എഡ്ജിലാണോ, വെർട്ടിക്കൽ എഡ്ജിലാണോ, അതനുസരിച്ച് നിങ്ങൾക്ക് സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ പറ്റും. അതായത് ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കാൻ പറ്റും, ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഏത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളൊന്ന് അറിയുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് റെസ്റ്റിംഗ് ഓൺ VPയിലാണെങ്കിൽ എങ്ങനെ വരും? ഓക്കെ, റെസ്റ്റിംഗ് ഓൺ VP എന്ന് പറയുമ്പോൾ നമുക്കറിയാം VPയിൽ റെസ്റ്റ് ചെയ്യാണ് അല്ലേ. നോക്കിയേ, ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്, VPയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് VPയിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക് ട്രിക്ക് എന്താണ്? XY ലൈൻ വരയ്ക്കുന്നു. XY ലൈനിൻ്റെ താഴെ നമ്മൾ എന്ത് വരയ്ക്കും? ടോപ്പ് വ്യൂ എന്ന് വരയ്ക്കും. XY ലൈനിൻ്റെ മേളിൽ ഫ്രണ്ട് വ്യൂ എന്ന് വരയ്ക്കും. ഓക്കെ, അപ്പോൾ റെസ്റ്റിംഗ് ഓൺ VP എന്താണോ HPയിൽ പഠിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ്. എന്താണ് HPയിൽ പഠിച്ചത്? ഓക്കെ, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് താഴെ വരുമെന്നാണ്. അപ്പോൾ റെസ്റ്റിംഗ് ഓൺ VP എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് മേളിൽ വരും. ഓക്കെ, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് മേളിൽ വരും. ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് മേളിൽ വന്നാൽ ഇവിടെ എന്ത് വരും? ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. നേരത്തെ പോലെ തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് ഇതൊക്കെയാണ്. ഫസ്റ്റ് ഓക്കെ, എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പറയുന്നത് ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, കോർണറിൽ റെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ലാൻഡ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വെർട്ടിക്കൽ എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനത്തെ പല വെർട്ടിക്കൽ എഡ്ജിൽ പല കേസസ് വരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക്
ഒരു ട്രയാങ്കുലർ ഇത് വരയ്ക്കാം, ദെൻ സ്ക്വയർ വരയ്ക്കാം, ദെൻ പെൻറ്റഗൺ വരയ്ക്കാം. പെട്ടെന്ന് പറഞ്ഞേ. എഡ്ജ്, ട്രയാങ്കുലർ, വെർട്ടിക്കൽ. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത് വി പി ആണ്. വി പി ആണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യം എക്സ് വൈ ലൈൻ വരയ്ക്കുക. എവിടെയാണ് ട്രൂ ഷേപ്പ് വരയ്ക്കേണ്ട? ബേസിൻ്റെ ട്രൂ ഷേപ്പ് വരയ്ക്കേണ്ട മേളിലാണ്. അപ്പോൾ ഇവിടെ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്. നിങ്ങൾ പറഞ്ഞേ ട്രയാങ്കുലർ ആണ്, ആദ്യം നമുക്ക് പിരമിഡ് വരയ്ക്കാം. ഓക്കെ, പിരമിഡ് ആണെങ്കിൽ എഡ്ജാണ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ ട്രൂ ഷേപ്പ്, ഇവിടെ ട്രൂ ഷേപ്പ് മേളിൽ വരണം. ഓക്കെ, അപ്പോൾ ട്രൂ ഷേപ്പ് മേളിൽ വരച്ചു. എങ്ങനത്തതാണ്? എഡ്ജ് റൈറ്റ് സൈഡിൽ വരുന്നത്. ഓക്കെ, പിരമിഡ് ആണെങ്കിൽ അപ്പം തന്നെ എല്ലാ സ്ലാൻഡ് എഡ്ജസും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് കഴിഞ്ഞു. ഇനി എന്താണ് ട്രൂ ഷേപ്പ് ഓഫ് സോളിഡ്? ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് എല്ലാവർക്കും അറിയാമല്ലോ, ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ പ്രിസം കഴിഞ്ഞു. ട്രയാങ്കുലർ പിരമിഡ് കഴിഞ്ഞു. ഇനി പ്രിസം വരയ്ക്കണം. പ്രിസത്തിനും ഫസ്റ്റ് ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്. ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് എങ്ങനെ വരയ്ക്കും? റൈറ്റ് സൈഡിൽ എഡ്ജ്. ഓക്കെ, ഇനി ഇവിടെ സ്ലാൻഡ് എഡ്ജസ് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി എന്താണ് വരയ്ക്കേണ്ടത്? ട്രൂ ഷേപ്പ് വരയ്ക്കണം. ഓക്കെ, ട്രൂ ഷേപ്പ് എങ്ങനെ വരയ്ക്കും? ട്രൂ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിരമിഡ് ആണെങ്കിൽ എന്താണ്, പ്രിസം ആണെങ്കിൽ എന്താണ്? ട്രൂ ഷേപ്പ് റെക്റ്റാങ്കിൾ. കണ്ടോ? ഡൗട്ട് ഉണ്ടോ? ആ ലോജിക്ക് മനസ്സിലായോണ്ടോ? ഇവിടെ വരുമ്പോൾ എന്ത് വരും? ഇവിടെ കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. എക്സ് വൈ ലൈൻ വരച്ചു. ആദ്യം നമുക്ക് പിരമിഡ് വരയ്ക്കാം. പിരമിഡ് വരയ്ക്കാം. ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് മേളിൽ വരയ്ക്കണം. ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസിൻ്റെ ട്രൂ ഷേപ്പ് എങ്ങനെ വരും? കോർണർ റൈറ്റ് സൈഡിൽ വരണം. കണ്ടോ? ഓക്കെ, ബേസിൻ്റെ ട്രൂ ഷേപ്പ് വരച്ചാൽ അപ്പം തന്നെ എന്ത് വരയ്ക്കണം? എഡ്ജസ് എല്ലാം വരയ്ക്കണം. ഓക്കെ, ഇനി നേരെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് കിട്ടും? ട്രൂ ഷേപ്പ് ഓഫ് സോളിഡും കിട്ടി, വരച്ചു. കഴിഞ്ഞോ? ഓക്കെ, ഇനി അത് പ്രിസമാണെങ്കിലും അതുപോലെ സ്ലാൻഡ് എഡ്ജസ് വരയ്ക്കേണ്ട. അപ്പോൾ ഇനി റിപ്പറ്റീഷൻ ഞാൻ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബാക്കിയുള്ള എല്ലാം ഇതിൽ ഫില്ല് ചെയ്യണം. ഓക്കെ, ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ? ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇതിൻ്റെ എല്ലാ റെസ്റ്റിംഗ് ഓൺ വി പിയും പഠിച്ചു, റെസ്റ്റിംഗ് ഓൺ എച്ച് പിയും പഠിച്ചു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ട സമ്മറി എന്ന് പറയുന്നത് എന്താണ്? റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എന്താണ്? ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് എവിടെ വരയ്ക്കുക? എക്സ് വൈ ലൈനിൻ്റെ താഴെ വരയ്ക്കുക. ബാക്കിയെല്ലാം ഓപ്പോസിറ്റ്. ഓക്കെ, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. കൺസിഡർ എ പെൻറ്റഗണൽ പിരമിഡ്. ഓക്കെ, പെൻറ്റഗണൽ പിരമിഡ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. എന്താണ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി? എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുവാണ്. സച്ച് ദാറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, റെസ്റ്റിംഗ് ഓൺ എഡ്ജ് ഓഫ് ബേസ് ഓൺ എച്ച് പി. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. എന്താണ്? പെൻറ്റഗണൽ പിരമിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പെൻറ്റഗൺ പിരമിഡ്, എല്ലാവർക്കും വരയ്ക്കാനും അറിയാം. ഓക്കെ, അപ്പോൾ സെൻറ്റർ പോയിന്റ് ഇതാണ് പെൻറ്റഗൺ പിരമിഡ് എന്ന് പറയുന്നത്. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ എഡ്ജ് ഓഫ് ബേസ്. എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ബേസ് എഡ്ജിലാണ്. ഓക്കെ, ഓൺ എവിടെയാണ്? എച്ച് പി, ഹൊറിസോണ്ടൽ പ്ലെയിൻ. നമുക്കറിയാം എച്ച് പി ആണെങ്കിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കും, എക്സ് വൈ ലൈൻ വരയ്ക്കുക. എച്ച് പി ആണെങ്കിൽ എന്ത് വരയ്ക്കണം? എച്ച് പി ആണെങ്കിൽ താഴെ ട്രൂ ഷേപ്പ് ഓഫ് ബേസ്, ഇവിടെ ട്രൂ ഷേപ്പ് ഓഫ് സോളിഡ്. നമുക്കറിയാം പെൻറ്റഗൺ പിരമിഡ് ആണ്. ട്രൂ ഷേപ്പ് എങ്ങനെ വരാം? രണ്ട് പോസിബിലിറ്റി വരാം. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എഡ്ജ് വരുന്ന പോസിബിലിറ്റിയും വരാം. ഓക്കെ, റൈറ്റ് സൈഡ് എഡ്ജ് വരാം, റൈറ്റ് സൈഡ് കോർണർ വരാം. ഇവിടെ അവർ എന്താണ് പറഞ്ഞത്? എഡ്ജ് ഓഫ് ബേസ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഏത് വരണം? എഡ്ജ് ഓഫ് ബേസ്. കണ്ടോ? റൈറ്റ് സൈഡിൽ എഡ്ജ് ഓഫ് ബേസ്. ഓക്കെ, പിരമിഡ് ആണ്. അപ്പോൾ സ്ലാൻഡ് എഡ്ജസ് എല്ലാം വരച്ചു. ഇനി നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? ട്രൂ ഷേപ്പ് ഓഫ് സോളിഡ്. ട്രൂ ഷേപ്പ് ഓഫ് സോളിഡ് ഉറപ്പായിട്ട് എന്തായിരിക്കും? ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും. ഓക്കെ, ട്രയാങ്കിൾ ഷേപ്പ്. കണ്ടോ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ, നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ പെട്ടെന്ന് ഇത് വരയ്ക്കാൻ പറ്റണം. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത്? റെസ്റ്റിംഗ് ഓൺ എച്ച് പിയും റെസ്റ്റിംഗ് ഓൺ ബി പിയും. ഇത് ഇത്രയും നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ? ഓക്കെ ആയോ? അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും, ഏതൊരു സോൾഡ് ആണെങ്കിലും എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എവിടെ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? ഒന്നുകിൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പ്ലെയിനിൽ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് റെസ്റ്റിംഗ് പൊസിഷൻ. ഇനി ഏത് പ്ലെയിനിലാണെന്ന് പല രീതി റെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം, കോർണറിൽ റെസ്റ്റ് ചെയ്യാം, എഡ്ജിൽ റെസ്റ്റ് ചെയ്യാം, ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യാം, ബേസിൽ റെസ്റ്റ് ചെയ്യാം. എങ്ങനെയാണോ റെസ്റ്റ് ചെയ്യാം? അപ്പോൾ റെസ്റ്റിംഗ് പൊസിഷൻസും പറഞ്ഞു. ഓക്കെ, അപ്പോൾ എവിടെയാണ് മാറ്റം വരുന്നത്? ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസിലാണ് മാറ്റം വരുന്നത്. നിങ്ങളൊന്ന് ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങളിവിടെ ശ്രദ്ധിച്ച്, റെസ്റ്റിംഗ് ഓൺ എഡ്ജ് ഓഫ് ബേസ് എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ട്രൂ ഷേപ്പ് വരച്ചത് ഇങ്ങനത്തെ ട്രൂ ഷേപ്പാണ്. കണ്ടോ? നിങ്ങളിപ്പോൾ വരച്ചത് ട്രൂ ഷേപ്പ് എന്താണ്? ഇങ്ങനത്തെ ട്രൂ ഷേപ്പാണ്, റൈറ്റ് സൈഡിൽ കോർണർ വരുന്നത്. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് റെസ്റ്റിംഗ് ഓൺ എഡ്ജ് ഓഫ് ബേസ്, ബേസിൻ്റെ എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വരച്ചത് തെറ്റിപ്പോയി. പിന്നെ നിങ്ങൾ ഇനി അങ്ങോട്ട് എന്ത് വരച്ചിട്ടും കാര്യമില്ല. കാരണം എന്താണ്? നിങ്ങൾ എന്ത് വരച്ചിട്ടും കാര്യമില്ല, കാരണം നിങ്ങൾ തെറ്റി.
അല്ലേ? പിന്നെ നിങ്ങൾ 40 മിനിറ്റ് ചിലവാക്കി ഒരു ഫിഗർ വരയ്ക്കുന്നു, നിങ്ങൾക്ക് 0 മാർക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് കറക്റ്റായിട്ട് വരയ്ക്കുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, റെസ്റ്റിംഗ് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ഏത് പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിലാണോ വെർട്ടിക്കൽ പ്ലെയിനിലാണോ റെസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവരെങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലേ? നമ്മൾ പറയില്ല ഒന്നാമത്തെ നിലയിലാണോ അതോ രണ്ടാമത്തെ നിലയിലാണോ താമസം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, നമ്മൾ ഒന്നാമത്തെ നിലയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, കസേരയിലാണ് ഇരിക്കുന്നത് അതോ തറയിലാണോ ഇരിക്കുന്നത്. അതുപോലെയാണ് ആദ്യം റെസ്റ്റിംഗ് പ്ലെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ഏത് പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിനാണോ വെർട്ടിക്കൽ പ്ലെയിനാണോ. അത് കഴിഞ്ഞ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്താണ്, റെസ്റ്റിംഗ് പൊസിഷൻ. ആ സോളിഡ് എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം, ഒരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ആലോചിക്കുക. ഡ്രോ ദ സിമ്പിൾ പൊസിഷൻ ഓഫ് സ്ക്വയർ പിരമിഡ്. എന്താണ് സ്ക്വയർ പിരമിഡ്? റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ്. എവിടെയാണ്? ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുകയാണ്. ഓൺ HP എവിടെയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എക്സാക്ട് വരയ്ക്കുന്നില്ല, ഞാൻ സിമ്പിൾ ആയിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വരയ്ക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഡ്രോ ദ സിമ്പിൾ പൊസിഷൻ ഓഫ് എ സ്ക്വയർ പിരമിഡ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്ക്വയർ പിരമിഡ്? സ്ക്വയർ പിരമിഡ് ഞാൻ റഫായിട്ടൊന്ന് വരയ്ക്കുകയാണ്. ഇതാണ് സ്ക്വയർ പിരമിഡ്. സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കുന്നു, അപ്പെക്സ് പോയിന്റ്. ഓക്കെ, അവിടെ നിന്ന് ഓരോ കോർണറിനും ഓരോ പേര് കൊടുക്കാം, ABCD. ഓക്കെ, ഈ പോയിന്റ് O, താഴത്തെ പോയിന്റ് P. എല്ലാ കോർണറിൽ നിന്നും ആ അപ്പെക്സ് പോയിന്റിലോട്ട് ലൈൻ വരയ്ക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇതാണ് നമ്മുടെ പിരമിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്താണ്, ഏത് പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വെച്ചു, ഡ്രോ ദ സിമ്പിൾ പൊസിഷൻ ഓഫ് എ സ്ക്വയർ പിരമിഡ്. എന്താണ് സ്ക്വയർ പിരമിഡ്? നമ്മൾ വരച്ചു. റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് ആണ്. അത് നമുക്ക് രണ്ടാമത് വരാം. ഓൺ HP. എന്ത് കണ്ടു? ഓൺ HP എന്ന് കണ്ടാൽ നമ്മൾ HPക്ക് പഠിച്ചിരിക്കുന്ന ട്രിക്ക് വരയ്ക്കുക. എന്താണ്? XY പ്ലെയിൻ വരയ്ക്കുന്നു. ഓൺ HP എന്ന് പറഞ്ഞാൽ ട്രൂ ഷേപ്പ് ഓഫ്, ഓക്കെ, XY ലൈൻ്റെ താഴെ എന്താണ് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്നത്? ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യും, ഇവിടെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യും. അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, ഓൺ HP എന്ന് കണ്ടാൽ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് താഴെ വരണം. ഓക്കെ, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് താഴെ വരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് എന്തായിരിക്കും? മേളിൽ വരണം. ഇനിയാണ് നമുക്ക് നോക്കേണ്ടത് ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് എങ്ങനെ വരും. ഇതെന്താണ്? സ്ക്വയർ പിരമിഡ് ആണ്, അല്ലേ? സ്ക്വയർ പിരമിഡ് ആണ്. സ്ക്വയർ പിരമിഡ് ആകുമ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട് ട്രൂ ഷേപ്പ്. ഒന്നുകിൽ സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് ഇങ്ങനെ വരാം. ഇത് രണ്ടും. ഇതെന്ത് ടൈപ്പാണ്? ഇത് കോർണർ ടൈപ്പും ഇത് എഡ്ജ് ടൈപ്പും. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സോളിഡ് എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? സോളിഡ് റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ്, അല്ലെ? ബേസ് എഡ്ജിലാണ്. അപ്പോൾ ഈ ഒരു ട്രൂ ഷേപ്പ് നമുക്ക് പോസിബിൾ ആവോ? ഇല്ല. ബേസ് എഡ്ജ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ എഡ്ജ് വരണം. സോ നമുക്ക് വരയ്ക്കാം. ഇതാ ഞാനിപ്പോൾ നോക്കി, ദാ XY ലൈൻ വരച്ചു. ട്രൂ ഷേപ്പ് എങ്ങനെ വരും? ദാ ട്രൂ ഷേപ്പ് ഇങ്ങനെ വരും. ഓക്കെ, ട്രൂ ഷേപ്പ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം. ട്രൂ ഷേപ്പ് പിരമിഡ് ആണെങ്കിൽ സ്ലാൻഡ് എഡ്ജസും വരയ്ക്കണം. നോക്കി, ഏതാണ് സ്ലാൻഡ് എഡ്ജസ്? നോക്കി, OA, OB, OC, OD ഇതെല്ലാം വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ A വരച്ചു, A മാർക്ക് ചെയ്യുകയാണ്. ABCD. അപ്പോൾ OA, അപ്പോൾ O എന്ന് പറയുന്നത് സെൻട്രൽ പോയിന്റ് ആണ്. OA, OB, OC, OD സ്ലാൻഡ് ഇത് വരച്ചു. എന്നിട്ട് O മാർക്ക് ചെയ്തു. നിങ്ങളിനി നോക്കിയേ, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ XY ലൈൻ്റെ താഴെ നിങ്ങൾ എന്താണ് വരയ്ക്കുന്നത്? ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് നോക്കണം. ദാ മേളിൽ നിന്ന് നിങ്ങൾ നോക്കിയേ, മേളിൽ നിന്ന് നോക്കുമ്പോൾ O കാണാം, അതിൻ്റെ താഴെ Pയും കാണാം. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെ എടുക്കുന്നു? ഇവിടെ O എഴുതി, അതിൻ്റെ താഴെ P എന്നുള്ളത്, പുറകിൽ നിന്നുള്ളത് P. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. അപ്പോൾ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് കഴിഞ്ഞു. ഇനി എന്താണ് വരയ്ക്കേണ്ടത്? ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ്. ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് എന്താണ്? നമുക്കറിയാം, ട്രയാങ്കുലർ ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ട്രയാങ്കിൾ വരച്ചോട്ടെ. ഇതൊക്കെ പിന്നീട് നന്നായി നീറ്റായിട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവാനായിട്ടൊരു കുഞ്ഞു പ്രോബ്ലം. ഓക്കെ, ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡും കഴിഞ്ഞു. ഇനി നമുക്കിത് നെയിം ചെയ്യണം. നമുക്ക് എന്തൊക്കെയാണ് നെയിം ചെയ്യേണ്ടത്? ABCD, അല്ലേ? ഇതൊക്കെ നെയിം ചെയ്യണം. ഇത് നെയിം ചെയ്യാനൊരു ട്രിക്ക് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് നെയിം ചെയ്യേണ്ടത്? ഈ സ്റ്റേജ് നെയിം ചെയ്യണം. ഈ സ്റ്റേജ് നെയിം ചെയ്യണമെങ്കിൽ അതിൻ്റെ തൊട്ടുമുമ്പത്തെ സ്റ്റേജ് ഏതാണ്? ഇതാണ് തൊട്ടുമുമ്പത്തെ സ്റ്റേജ്. നമ്മൾ ആദ്യം വരച്ചതല്ലേ? അപ്പോൾ അവിടെ നോക്കുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നു. ഡൗട്ട് ഉണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, നമ്മുടെ ഉദ്ദേശം ദാ ഈ പോയിന്റുകളെല്ലാം ഇവിടെ മാർക്ക് ചെയ്യണം. ശ്രദ്ധിച്ചേ. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് കാണുന്നത് ദാ ഇതാണെന്ന് ആലോചിക്കുക. ഇത് കാണുന്നു, Aയും Dയും കാണുന്നു. A ആദ്യം കാണുന്നു, Aയുടെ പുറകിൽ D. അപ്പം നിങ്ങൾ എങ്ങനെ മാർക്ക് ചെയ്യും? ഇവിടെ അതാ ആ പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണെന്നൊക്കെ, ഇതാ ഈ പോയിന്റ് ആണ്. അപ്പം നിങ്ങൾ എങ്ങനെ മാർക്ക് ചെയ്യും? A ഫ്രണ്ടിലുണ്ട്, അതിൻ്റെ പുറകിൽ D. XY ലൈൻ്റെ എബോ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡാഷ് ഇട്ടു. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ അടുത്ത നമ്മളിപ്പം ഈ സൈഡ് നമ്മൾ കംപ്ലീറ്റ്, ഇവിടുത്തെ എല്ലാം Aയും Dയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. കണ്ടോ?
എയും ഡിയും റെപ്രസെൻറ്റ് ചെയ്യും. ഇനി നമുക്ക് ഏതൊക്കെ റെപ്രസെൻറ്റ്, ബിയും സിയും റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കി, ഇതാ ഇവിടെ ഇങ്ങനെ നോക്കുവാണ്. നോക്കുമ്പോൾ ആദ്യം ബി കാണുന്നു, ഇവിടെ സി കാണാം, സി പുറകിലാണ്. ഇവിടെ നിന്നാണ് നിങ്ങൾ നോക്കുന്നത്, തെറ്റിപ്പോരുത്. ഇവിടെ നെയിം ചെയ്യണമെങ്കിൽ എപ്പോഴും, ഇനി അങ്ങോട്ട് പോകുമ്പോൾ പല പ്രോബ്ലംസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ നെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾ തൊട്ടു മുമ്പത്തെ സെക്ഷൻ എടുക്കുക. തൊട്ടു മുമ്പത്തെ സെക്ഷൻ എന്താണ്? ഈ സെക്ഷൻ എടുക്കുക. ഈ സെക്ഷൻ എടുത്ത് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എന്ത് കാണും? ബി കാണാം, അതിൻ്റെ പുറകിൽ സി. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ലൈൻ ഇവിടെയല്ലേ? ഓക്കെ, അപ്പം ബി കാണാം, അതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ സി. ഓക്കെ, എക്സ് വൈ ലൈനിൻ്റെ മേളിലായതുകൊണ്ട് ഡാഷ് ഇട്ടു, ബി ഡാഷ് സി ഡാഷ്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമ്മൾ ഏതെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടോ? എ ബി സി ഡി റെപ്രസെൻറ്റ് ചെയ്തു, കണ്ടോ? എ ബി സി ഡി റെപ്രസെൻറ്റ് ചെയ്തു. ഇനി റെപ്രസെൻറ്റ് ചെയ്യാത്ത പി റെപ്രസെൻറ്റ് ചെയ്യണം, ഒ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി ഒയും ബിയും കൂടെ ഇങ്ങനെ ഒരു ഇത് പോകുന്നില്ലേ? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ നിന്ന് വരച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഇപ്പോൾ പേടിക്കേണ്ട, ഫുൾ വരച്ച് ഞാൻ പ്രോബ്ലം ചെയ്യിപ്പിക്കും. ഇത് വെറുതെ ഇതിൻ്റെ ബേസിക് ലോജിക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ പറഞ്ഞേ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒ മേളിലാണ്, പി താഴെയാണ്. ഒ മേളിലാണ്, പി താഴെയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഒ മേളിലാണ്, പി താഴെയാണ്. രണ്ടിനും ഡാഷ് ഇട്ടു, കണ്ടോ? അപ്പോൾ ഇതാണ് വരയ്ക്കേണ്ട രീതി എന്ന് പറയുന്നത്. നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, വരയ്ക്കേണ്ട രീതിയും പഠിച്ചു, എന്താണ് നെയിമിംഗ് പ്രൊസീജിയർ. അപ്പോൾ ഇവിടെ ഹെഡിങ് എഴുതിക്ക് എങ്ങനെയാണ് നമ്മൾ നെയിമിംഗ് ചെയ്തത്. ഓക്കെ, നെയിമിംഗ്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഒരു പിരമിഡ് തന്നിട്ട് നമുക്ക് നെയിം ചെയ്യാൻ വൃത്തിക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പിരമിഡിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി സെയിം ക്വസ്റ്റ്യൻ നമുക്ക് പ്രിസം വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ സ്ക്വയർ പിരമിഡിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് സ്ക്വയർ പ്രിസം ആണെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യും? ഓക്കെ, സ്ക്വയർ പ്രിസം നമുക്ക് നോക്കാം. സ്ക്വയർ പ്രിസം നോക്കി, ഞാനൊരു സ്ക്വയർ പ്രിസം വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സ്ക്വയർ പ്രിസമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ സ്ക്വയർ പ്രിസം നമ്മൾ വരച്ചു. ഇനി നമുക്ക് സ്ക്വയർ പ്രിസത്തിൻ്റെ ഇതാ മേളിലൊരു ഫേസ് ഉണ്ട്, താഴെ ഒരു ഫേസ് ഉണ്ട്. ഇതിൻ്റെ സെൻറ്റർ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ടോപ്പ് ഫേസ് ഉണ്ട്, ബോട്ടം ഫേസ് ഉണ്ട്. നമുക്ക് നമ്പർ ചെയ്യാം അല്ലേ, അതിനെ നെയിം ചെയ്യാം. നെയിം ചെയ്യുമ്പോൾ ടോപ്പ് ഫേസിന് എ ബി സി ഡി എന്ന് കൊടുത്തു. നമ്മൾ എ ബി സി ഡി ഓൾറെഡി ഉപയോഗിച്ചതുകൊണ്ട് താഴത്തെ ഫേസിനെ നമുക്ക് നമ്പർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. എന്താണ് നമ്പർ? 1 2 3 4. നമുക്കിനി ചെയ്യേണ്ടത് ഇതിനെ പ്രൊജക്റ്റ് ചെയ്യണം, അല്ലെ ഇതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കണം. ഓക്കെ, ഇതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കാൻ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണ് അല്ലെ. റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സ് വൈ ലൈൻ വരയ്ക്കുക. എക്സ് വൈ ലൈൻ്റെ താഴെ നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കും, എക്സ് വൈ ലൈൻ്റെ മേളിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കും. ഓക്കെ, ഇതിൽ ഡൗട്ടില്ല. എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയാണ് ട്രൂ ഷേപ്പ് വരേണ്ടത്? ട്രൂ ഷേപ്പ് താഴെ വരയ്ക്കുക, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്, അത് കഴിഞ്ഞിട്ട് ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ്. ഓക്കെ, ഇവിടെ എന്താണ്? റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ പ്രിസമാണ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ട്രൂ ഷേപ്പ് നമുക്ക് പോസിബിൾ ആണ്. ഒന്ന് ഇങ്ങനെയുള്ള ട്രൂ ഷേപ്പ്, ഒന്ന് ഇങ്ങനെയുള്ള ട്രൂ ഷേപ്പ് അല്ലേ. ഒന്ന് റൈറ്റ് സൈഡിലുള്ള ട്രൂ ഷേപ്പ്, റൈറ്റ് സൈഡിൽ കോർണർ വരുന്നതും റൈറ്റ് സൈഡിൽ എഡ്ജ് വരുന്നതും. ഇവിടെ എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് എന്നാ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഇതാണ് വരേണ്ടത്? ഇവിടെ ഇതാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചു. ഓക്കെ, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചു. ഇനി ഒരിക്കലും നിങ്ങൾ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യണം. ഒരിക്കലും നിങ്ങൾ എന്ത് വരയ്ക്കരുത്? ദാ ഇങ്ങനെ സ്ലാൻഡ് എഡ്ജസ് വരയ്ക്കരുത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നെയിം ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ എന്താണ് വരയ്ക്കുന്നത്? ശ്രദ്ധിച്ച്, ഇവിടെ എക്സ് വൈ ലൈനിൻ്റെ താഴെ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കിത് നെയിം ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കണം, ദാ ഇവിടെ നിന്ന് നോക്കണം, ടോപ്പ് വ്യൂ നോക്കണം. അപ്പോൾ എന്താ കാണുന്നു? എ കാണാം, ബി കാണാം, സി കാണാം, ഡി കാണാം. ഓക്കെ, ശ്രദ്ധിച്ച്, എയുടെ പുറകിൽ എന്തുണ്ട്? 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് ഇതാ എയുടെ പുറകിൽ 1. അടുത്ത് കണ്ടോ, ബി കാണാം, ബിയുടെ പുറകിൽ എന്തുണ്ട്? 2 ഉണ്ട്. ഓക്കെ, ബിയുടെ പുറകിൽ 2. അപ്പോൾ ഇനി അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, സി പുറകിൽ 3. ഓക്കെ, അപ്പോൾ സി 3. അടുത്ത ഡി പുറകിൽ 4. ഓക്കെ, ഡി പുറകിൽ 4. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രിസത്തിൻ്റെ ട്രൂ ഷേപ്പ് എന്തായിരിക്കും? റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റെക്റ്റാങ്കുലർ ഷേപ്പ് വരച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? റെക്റ്റാങ്കുലർ ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താണ്? ഇവിടെ നമുക്ക് എ ബി സി ഡി എല്ലാം നെയിം ചെയ്യണം. അപ്പം നിങ്ങൾ നോക്കിയേ, എവിടെ നിന്നാണ് നമ്മൾ ശ്രദ്ധിച്ചേ, ഇതെന്താണ് വരയ്ക്കുന്നത്? ഫ്രണ്ട് വ്യൂ ആണ് അല്ലേ, ഫ്രണ്ട് വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദാ ഇവിടെ നിങ്ങൾ നോക്കുന്നു, ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നു. ഓക്കെ, ശ്രദ്ധിച്ചേ, ദാ മേളിലത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ എ ബി സി ഡി. അപ്പം ഇവിടെ നിങ്ങൾ എന്ത് ലെറ്റർ ഉപയോഗിക്കണം? എ ബി സി ഡി എന്നുള്ള ലെറ്റർ ഉപയോഗിക്കണം അല്ലേ, കാരണം അങ്ങനെയല്ലേ നമ്മൾ വരച്ചിരിക്കുന്നത് എ ബി സി ഡി. ഓക്കെ, താഴെ എന്താണ്? 1 2 3 4. അപ്പോൾ താഴെ എന്താണ്? 1 2 3 4. കണ്ടോ? അപ്പം നിങ്ങൾ പറഞ്ഞേ, ഇവിടെ നിങ്ങൾക്ക് നെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾ തൊട്ട് മുമ്പത്തെ സ്റ്റേജ് ഇതല്ലേ? ഇവിടെ നോക്കുക, ഇവിടെ നിന്ന് എങ്ങോട്ടാണ് നോക്കേണ്ടത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുക. ഓക്കെ, മേളിലത്തത് വരയ്ക്കാൻ ഏത് മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ? എ ബി സി ഡി. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ D/4 ഉണ്ട്, A/1 ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് കൺസിഡർ ചെയ്യണം? ഡിയും എയും കൺസിഡർ ചെയ്യണം. കാരണം മേളിലത്തതിന് എ ബി സി ഡി ആണ്,
ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ബിയും സിയും കൺസിഡർ ചെയ്യണം, കാരണം മേളിലത്തതിന് ABCD ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുവാണ്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് കാണുന്നു? A കാണുന്നുണ്ട്, അതിൻ്റെ പുറകിൽ D ഉണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടോ, A കാണുന്നുണ്ട്, പുറകിൽ D, XY ലൈനിൻ്റെ മേളിലായതുകൊണ്ട് ഡാഷ് ഇട്ടു. ഓക്കെ, കഴിഞ്ഞല്ലോ. അടുത്തെന്താണ്? അപ്പോൾ എയും ഡിയും കഴിഞ്ഞു. ഇനി ഏതാ റെപ്രസെൻറ്റ്? ബിയും സിയും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ബി കാണുന്നുണ്ട്, അതിൻ്റെ പുറകിലാണ് സി. ഓക്കെ, അപ്പോൾ ബി കാണുന്നുണ്ട്, അതിൻ്റെ പുറകിലാണ് സി. നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നരുത്. ഒരിക്കലും ഇവിടെ ഇപ്പോൾ 1ഉം 4ഉം 3ഉം 2ഉം കൺസിഡർ ചെയ്യരുത്. മേളിൽ ABCD ആയതുകൊണ്ട് ഇവിടെയും ABCD. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, താഴെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന 1 2 3 4 അല്ലേ? 1 2 3 4. അങ്ങനെയാണെങ്കിൽ 1 2 3 4 ഇത് റെപ്രസെൻറ്റ് ചെയ്തേ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താ? 1ഉം കാണാം, 4ഉം കാണാം. 1ൻ്റെ പുറകിലാണ് 4. ഓക്കെ, അപ്പോൾ 1ൻ്റെ പുറകിലാണ് 4, ഡാഷ് ഇട്ടു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 2 കാണാം, 3 കാണാം. 2ൻ്റെ പുറകിലാണ് 3, ഡാഷ് ഇട്ടു. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിംപിളി വരച്ച കണ്ടോ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാം. ഇങ്ങനെയല്ല, എക്സാക്റ്റ് ആയിട്ട് വരയ്ക്കണം. ഞാൻ ജസ്റ്റ് ഒരു റഫ് ഐഡിയ പറഞ്ഞു എന്നേ ഉള്ളൂ, റഫായിട്ട് വരച്ചതേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഈ റെസ്റ്റിംഗ് പൊസിഷൻ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നം കഴിയും. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ നിങ്ങൾ ഇത് വരയ്ക്കുന്നതിന് പകരം ഈ ട്രൂ ഷേപ്പ് വരച്ചാൽ കംപ്ലീറ്റ് ആൻസറും തെറ്റി. അപ്പം നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തരുതെന്ന്, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് കൃത്യമായിട്ട് വരയ്ക്കണം. ഓക്കെ, അത് പ്രിസമാണെങ്കിലും പിരമിഡാണെങ്കിൽ സ്ലാൻഡ് എഡ്ജസ് വരയ്ക്കണം, പ്രിസമാണെങ്കിൽ സ്ലാൻഡ് എഡ്ജസ് വരയ്ക്കരുത്. ഇനി ഇതൊരു കോണാണെങ്കിലോ, കോണാണെങ്കിൽ സർക്കിൾ ആയിരിക്കും ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്, ട്രയാങ്കുലർ ആയിരിക്കും ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം വാദോരാതെ നമ്മൾ എന്ത് പറയുന്നത്? തിയറി പറയുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിലോട്ട് പോകുന്നത്, ഇൻക്ലൈൻഡ് സോളിഡ്സ്. എന്താണ് ഇൻക്ലൈൻഡ് സോളിഡ്സ്? അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ എന്താണ് ഈ ഇൻക്ലൈൻഡ് സോളിഡ്സ്? ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നോക്കി, ഇതാ ഒരു പ്ലെയിൻ. ഓക്കെ, ഒരു സോളിഡ് ഈ പ്ലെയിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞു. നോക്കി, ഈ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. നോക്കി, ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ. നോക്കി, ശ്രദ്ധിച്ച്, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് നമ്മുടെ സോളിഡ്. നോക്കി, കണ്ടോ, ഈ ഒരു ആംഗിൾ നിങ്ങൾ ശ്രദ്ധിച്ച്, കണ്ടോ നിങ്ങൾ നോക്കി, ഇതാ ഈ ഒരു ആംഗിൾ കണ്ടോ, ഈ ഒരു ആംഗിൾ, ഇതാണ് ഇൻക്ലൈൻഡ്. ഇപ്പം എന്താണ് ഇൻക്ലിനേഷൻ? ഇൻക്ലൈൻഡ് വിത്ത് ഏത് പ്ലെയിൻ ആണ്? ഇതാ ഇവിടെ ഇരിക്കുന്ന പ്ലെയിൻ. ഈ പ്ലെയിൻ എന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ, ഇതാണ് ഇൻക്ലൈൻഡ് സോളിഡ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ? ഓക്കെ, ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ? ഇൻക്ലൈൻഡ് ആണ്. കണ്ടോ, ഇവിടെ നിന്ന് ഇത്രയും ആംഗിളിൽ ഇൻക്ലൈൻഡ് ആണ്. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്ലെയിനിൽ ഇൻക്ലിനേഷൻ. അടുത്ത ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അടുത്ത് നിങ്ങൾ ഇതിനെ വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തേ. വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു ആംഗിൾ വരാമല്ലോ. നോക്കി, ഇതാ, അപ്പോൾ ഇത് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇൻക്ലൈൻഡ് സോളിഡും അതിൻ്റെ ബേസിക് കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഇൻക്ലൈൻഡ് സോളിഡ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ, ഞാൻ ആ ഇൻക്ലൈൻഡ് സോളിഡ് പറയുന്നതിന് മുൻപ് ഒരു കുഞ്ഞു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ചെറിയൊരു പ്ലെയിൻ വരയ്ക്കുവാണ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് പ്ലെയിനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇതാ, ഞാനൊരു കുഞ്ഞു പ്ലെയിൻ വരയ്ക്കുവാണ്. ഞാനിത് വരയ്ക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ബുക്ക് എടുത്തിട്ട്, ഇതാ ഇതൊരു ബുക്കാണ്. ഓക്കെ, ശ്രദ്ധിച്ച്, ഇതൊരു ബുക്കാണ്. ഈ ബുക്ക് എന്ത് ചെയ്തു? തുറന്നു അല്ലേ? കണ്ടോ, ഇവിടെ നിന്ന് ബുക്ക് ഇങ്ങനെ തുറന്നു. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പ്ലെയിൻ എന്താണ്? ഈ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ പ്ലെയിൻ എന്താണ്? വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞേ, ദാ ഈ സെൻറ്ററിൽ കൂടെ പോകുന്ന ലൈനാണ് XY ലൈൻ. ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്, XY ലൈൻ. ഓക്കെ, ദാ XY ലൈൻ. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു പ്ലെയിൻ ഉണ്ട്. എന്താണ്? ഒരു പ്ലെയിൻ. ദാ ഇതാണ് നമ്മുടെ പ്ലെയിൻ. കണ്ടോ, ഈ പ്ലെയിൻ ഒരു 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ എന്താണ് ഈ 30 ഡിഗ്രി ഇൻക്ലൈൻഡ്? നോക്കി, ആരുമായിട്ടാണ് ഇൻക്ലൈൻഡ്? നോക്കി, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു പ്ലെയിൻ ഉണ്ട്, അതായത് ഒരു ബുക്ക് നിങ്ങൾ തുറന്ന് വെച്ചേക്കുവാണ്. കണ്ടോ, ബുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വെച്ചേക്കുവാണ്. കണ്ടോ, ഇത് എത്ര ഡിഗ്രിയാണ്? ഇത് 30 ഡിഗ്രിയാണ് അല്ലേ? ആരുമായിട്ട്? HP ആയിട്ട് 30 ഡിഗ്രി. അപ്പോൾ ഒരു പ്ലെയിൻ ഉണ്ട് അല്ലേ? ആ പ്ലെയിൻ എന്താണ്? നോക്കിയേ, ഒരു പ്ലെയിൻ ഉണ്ട്. എക്സാമ്പിൾ നോക്കിയേ, ഇതാ ഇതൊരു പ്ലെയിൻ ആണ്. പ്ലെയിൻ നോക്കിയേ, XP ആയിട്ട് എത്രയാണ്? 30 ഡിഗ്രി. ഇതാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. കണ്ടോ, XP ആയിട്ട് 30 ഡിഗ്രി. ശ്രദ്ധിച്ചേ, നോക്കിയേ, 30 ഡിഗ്രി ആണേ. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രി കണ്ടോ, ഇവിടെയും എന്താണ്? 30 ഡിഗ്രി. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇനി ഇതിനെ ഞാനൊന്ന് ജസ്റ്റ്, നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കി, ഇതിനെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒറിജിനൽ പ്രൊജക്ഷൻ കിട്ടുന്നത് അല്ലേ? അപ്പം നിങ്ങൾ നോക്കിയേ, ഈ പ്ലെയിൻ
30 ഡിഗ്രി, അതായത് എച്ച് പി ആയിട്ട് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടുത്തെ ആംഗിളും എത്രയായിരിക്കും? ഈ പ്ലെയിൻ 30 ഡിഗ്രി ആയിരിക്കും. അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് എക്സ് വൈ ലൈനിൽ നിന്ന് 30 ഡിഗ്രി. അപ്പം നമ്മൾ സാധാരണ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇതാ നോക്കിയേ, ഇത് എക്സ് വൈ ലൈൻ, ഇതല്ലേ നമ്മൾ സാധാരണ പ്രൊജക്ഷൻ വരയ്ക്കുന്നത്. ഒരു പ്ലെയിൻ ശ്രദ്ധിച്ചേ, ഒരു പ്ലെയിൻ എച്ച് പി ആയിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. അതായത് എക്സ് വൈ ലൈനുമായിട്ട് 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിവിടെ എങ്ങനെ വരയ്ക്കും? നോക്കിയേ, ദാ 30 ഡിഗ്രി. കണ്ടോ? ആ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി? ഇതൊരു ലോജിക്കാണ്. നോക്കിയേ, ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ, ശ്രദ്ധിച്ചേ, ഇതാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ ആ ആംഗിൾ നമ്മൾ വരയ്ക്കുമ്പം എക്സ് വൈ ലൈനിൻ്റെ മേളിൽ വരയ്ക്കുമോ താഴെ വരയ്ക്കുമോ? എക്സ് വൈ ലൈനിൻ്റെ മേളിൽ വരയ്ക്കും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ നിന്നൊന്നും എഴുതി വെച്ച് എന്താണ്? ഇൻക്ലിനേഷൻ വിത്ത്, ഓക്കെ ശ്രദ്ധിച്ചേ, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി, ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ ഈസ് റെപ്രസെൻറ്റഡ്, എവിടെയാണ് പറഞ്ഞേ? റെപ്രസെൻറ്റഡ് എബോവ് എക്സ് വൈ ലൈൻ. ഇതിൽ ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ട്? ഇത് വെറുതെ ഇങ്ങനെ പഠിക്കരുത്, ലോജിക്ക് മനസ്സിലാക്കണം. നോക്കിയേ, ഈ പ്ലെയിൻ ശ്രദ്ധിച്ചേ, നോക്കിയേ, ഈ പ്ലെയിൻ ദാ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് 30 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെയും 30 ഡിഗ്രി ആണ്. നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ദാ എക്സ് വൈ ലൈനിൽ നിന്ന് 30 ഡിഗ്രി, ദാ ഇത് എക്സ് വൈ ലൈനിൽ നിന്ന് 30 ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, എവിടെയും ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ റെപ്രസെൻറ്റ് ചെയ്യും? എക്സ് വൈ ലൈനിൻ്റെ മേളിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ ഒരു നോട്ടായിട്ട് എഴുതിക്കോ. ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആണെങ്കിൽ എബോ എക്സ് വൈ ലൈൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ശ്രദ്ധിച്ച് ഇവിടെ എക്സ് വൈ ലൈൻ മാർക്ക് ചെയ്തു. എക്സ് വൈ ലൈനിൽ മേളിൽ, എക്സ് വൈ ലൈനിലെ മേളിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്? ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എക്സ് വൈ ലൈനിൻ്റെ മേളിലായിരിക്കും എച്ച് പി ആയിട്ടുള്ള ആംഗിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടോ? ഈ പ്ലെയിൻ വരച്ചിട്ട്. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ വരയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കിയേ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കിയേ, ഇതാ ഇങ്ങനെ ഒരു ബുക്ക് ഇരിപ്പുണ്ട് കണ്ടോ? ഈ ബുക്ക്, ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ കണ്ടോ? ഈ ബുക്ക് ഇവിടെ നിന്ന് തുറന്നു വെച്ചു കണ്ടോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കണ്ടോ? ബുക്ക് തുറന്നു വെച്ചു. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഇതാ ഒരു ആംഗിൾ ഉണ്ട് കണ്ടോ? ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഒരു ആംഗിൾ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് അടുത്ത എക്സാമ്പിൾ. ഓക്കെ, അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കിയേ, ശ്രദ്ധിച്ചിരിക്കണേ, ഇത് വി പി ആണ്, ഇത് എച്ച് പി ആണ്. ഓക്കെ, ദാ ഇവിടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്യുന്നു, ഇതൊരു 30 ഡിഗ്രി. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്. ഓക്കെ, വെർട്ടിക്കൽ, ഇതാ ഇവിടെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യണം. ഇതാണ് നമ്മുടെ പ്ലെയിൻ. ഈ പ്ലെയിൻ ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ദാ ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 30 ഡിഗ്രി. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്, ഇത് നിങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടാണെന്ന് ആലോചിക്കുക. ഇത് ഡോറ്. ഈ ഡോർ നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്തു കണ്ടോ? ഡോർ ഓപ്പൺ ചെയ്തു കണ്ടോ? ദാ വേണമെങ്കിൽ ഞാനൊരു ഡോറിന് ഹാൻഡിലൊക്കെ വരയ്ക്കാം കണ്ടോ? ഈ ഡോറ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ ആക്ച്വലി ഇതെന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചേ, ആക്ച്വലി ഇതെന്ന് പറയുന്നത് കണ്ടേ, നോക്കിയേ, ഇതെന്താണ്? ആംഗിൾ വി പി, സോറി ഇത് എച്ച് പി അല്ലല്ലോ, ഇത് വി പി ആണ്. വി പി ആയിട്ടുള്ള ആംഗിളാണ് അല്ലേ? വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ആംഗിളാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് വി പി ആയിട്ടൊരു ആംഗിൾ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ നമ്മൾ എവിടെ റെപ്രസെൻറ്റ് ചെയ്യും? എക്സ് വൈ ലൈനിൻ്റെ മേളിൽ റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ് വി പി ആയിട്ട് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ നമ്മൾ എവിടെ റെപ്രസെൻറ്റ് ചെയ്യും? ഒന്ന് എക്സ് വൈ ലൈനിൻ്റെ മേലിലാണെങ്കിൽ അടുത്ത് എന്തായിരിക്കും? എക്സ് വൈ ലൈനിൻ്റെ താഴെ. അത് എങ്ങനെയാണ് താഴെ വരുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇതാ ഇവിടെയും 30 ഡിഗ്രി ആണേ. ഇതെന്താണ്? എക്സ് വൈ ലൈൻ അല്ലേ? ഇതൊന്ന് നിങ്ങളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വരച്ചു നോക്കിയേ. റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ ഏത് പാർട്ട് വരച്ചു? ഇതാ ഈ പാർട്ട് വരച്ചു. അടുത്ത് ഞാൻ ഏത് പാർട്ട് വരയ്ക്കും? ഈ പാർട്ട് വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതാ ഈ ലൈൻ എവിടെ പോവും? ഇതാ ഈ ലൈൻ, അടുത്ത പാർട്ട് ഇവിടെ വരച്ചു. ഇതാ ഈ ലൈൻ എവിടെ പോവും? ശ്രദ്ധിച്ചേ, ഈ ലൈൻ എവിടെ പോവും? താഴെ പോവും. കണ്ടോ? കണ്ടോ? ഇതാണ് ആ ലൈൻ. എത്ര ഡിഗ്രി? 30 ഡിഗ്രി. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, വി പി, ഇത് വി പി ആണ്. വി പി ആയിട്ട് ആംഗിൾ ഉണ്ടാക്കുന്നെങ്കിൽ അത് നമ്മൾ വരയ്ക്കുമ്പം ഏത് ലൈനിൻ്റെ താഴെ ആയിരിക്കും? എക്സ് വൈ ലൈനിൻ്റെ താഴെ ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, രണ്ട് കേസ് മനസ്സിലായല്ലോ. ഒരു പ്ലെയിന്
ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് HP ആയിട്ട് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പം അതെവിടെ വരയ്ക്കണം? XY ലൈനിൻ്റെ മേളിൽ വരയ്ക്കണം. ഇത്രയും മാത്രം നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. അതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു പ്ലെയിൻ ഒരു പ്ലെയിൻ VP ആയിട്ട് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പം എവിടെ വരയ്ക്കണം? XY ലൈനിൻ്റെ താഴെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേ. ഇൻക്ലൈൻഡ് സോളിഡ്. ഓക്കെ, അപ്പോൾ ആദ്യം XY ലൈൻ. ഇതെന്താണ്? ഈ ഏരിയ നമുക്ക് വിളിക്കാം എബോവ് XY ലൈൻ. ഓക്കെ, എബോവ് XY ലൈനിൽ നമ്മൾ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇൻക്ലിനേഷൻ. ആരുമായിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ്? ഇൻക്ലിനേഷൻ വിത്ത് HP. ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ നമ്മൾ ഈ റീജിയനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അത് മാത്രം പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ എവിടെയായിരിക്കും വരുന്നത്? താഴെ. ഇൻക്ലിനേഷൻ വിത്ത് VP, അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഷോർട്ട് ഫോമിൽ ആംഗിൾ വിത്ത് HP, ആംഗിൾ വിത്ത് VP. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇൻക്ലൈൻഡ് സോളിഡ് പഠിക്കുമ്പം ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇൻക്ലിനേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ ആണെങ്കിൽ എവിടെ വരയ്ക്കും? XY ലൈനിൻ്റെ മേളിൽ വരയ്ക്കും. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ എവിടെ വരയ്ക്കും? XY ലൈനിന് താഴെ. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഒരുപാട് കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ ഒന്നും വരാതിരിക്കാനാണ് സിമ്പിളി. ഇപ്പം നിങ്ങൾ കാണുവാണ്, ഇങ്ങനെ നോക്കിയേ, സോളിഡ് ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി വിത്ത് HP അല്ലേ? ഇങ്ങനെ നിങ്ങളൊരു കാണുവാണ്. എന്താണ്? സോളിഡ് ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി വിത്ത് HP. അപ്പോൾ നിങ്ങൾ പറയണം, സാറ് പറഞ്ഞിട്ടുണ്ട് HP ആയിട്ടുള്ള ആംഗിൾ XY ലൈനിൻ്റെ മേളിൽ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് XY ലൈനാണ്. HP ആയിട്ടുള്ള ആംഗിൾ XY ലൈനിൻ്റെ മേളിൽ വരയ്ക്കണം. എത്ര ഡിഗ്രി? 45 ഡിഗ്രി. കണ്ടോ? അപ്പോൾ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്നത് കണ്ടോ? അപ്പോൾ ഇനി നിങ്ങൾ കാണുവാണെങ്കിൽ സോളിഡ് ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി വിത്ത് VP ആയിട്ട് 45 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട, XY ലൈൻ വരച്ചു. VP ആയിട്ടുള്ള ആംഗിൾ എപ്പോഴും താഴെയാണ് വരയ്ക്കുന്നത്. ഇതാ 45 ഡിഗ്രി. കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ എളുപ്പം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇൻക്ലിനേഷൻ വരയ്ക്കാനായിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇത്. ഞാൻ എൻ്റെ ഒരു ലോജിക്കാണ്. നിങ്ങൾ ഈ ലോജിക്ക് തന്നെ നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. പെട്ടെന്ന് പറഞ്ഞേ, HP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ എവിടെ വരയ്ക്കും? XY ലൈനിൻ്റെ മേളിൽ. അത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം ഇൻക്ലിനേഷൻ. ഓക്കെ, ഇനിയാണ് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരുന്നത്. ഇൻക്ലിനേഷൻ ഓഫ് സോളിഡ്. നമുക്ക് ഏതൊക്കെ പ്ലെയിൻസ് നമുക്കിവിടെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മൾ തൊട്ട് മുമ്പ് വരച്ച ഫിഗറിൽ ഏതൊക്കെ പ്ലെയിൻസ് ഉണ്ട്? ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഇൻക്ലൈൻഡ് ആണ്. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് ആരുമായിട്ട് ഇൻക്ലൈൻഡ് ആണ്? നോക്കി ശ്രദ്ധിച്ചേ, ദാ ഈ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് ഇൻക്ലൈൻഡ് ആണ്. അപ്പം നമുക്കിനി സോളിഡിൻ്റെ കാര്യം നോക്കാം. സോളിഡ് എന്തൊക്കെ കേസസ് വരാം? നമുക്ക് രണ്ട് പ്ലെയിൻ ആണുള്ളത്. ഒന്ന് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. സോളിഡ് ഇരിക്കുന്നു ആണേ. സോളിഡ് ഇൻക്ലൈൻഡ് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇൻക്ലൈൻഡ് ആകാം. കണ്ടോ? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇൻക്ലൈൻഡ് ആകാം. കണ്ടോ? ഇതാണ് ഇൻക്ലിനേഷൻ. ഡൗട്ട് ഉണ്ടോ? ഇനി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മാത്രമാണോ ഇൻക്ലൈൻഡ് ആവാൻ സാധ്യത? അല്ല, വേറൊരു പ്ലെയിനും ഉണ്ടല്ലോ, വെർട്ടിക്കൽ പ്ലെയിൻ. ഇത് നോക്കി, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഇൻക്ലൈൻഡ്, അതെങ്ങനെ കാണിക്കും? കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കി, കണ്ടോ? വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നുള്ള ഇൻക്ലിനേഷൻ കണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. എന്തൊക്കെയാണ്? ഇൻക്ലൈൻഡ് വിത്ത് HP, അതുപോലെ ഇൻക്ലൈൻഡ് വിത്ത് VP. ഈ രണ്ട് പോസിബിലിറ്റിയും വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സോളിഡ്. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഇൻക്ലൈൻഡ് വിത്ത് HP, ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ. ഓക്കെ, ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്യുന്നു. ഇനി നോക്കിയേ, ഇതുപോലെ വെർട്ടിക്കൽ പ്ലെയിൻ. ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഇൻക്ലിനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചരിക്കുന്നു. കണ്ടോ? വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നുള്ള ഇൻക്ലിനേഷൻ കണ്ടോ? അപ്പോൾ രണ്ട് രീതിയിൽ ഇൻക്ലൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത്, സാർ ഈ ഒരുപാട് നേരമായിട്ട് ഈ തിയറി പറയുന്നല്ലോ, എന്താണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്? എന്താണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്? എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്? എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ എഴുതാം. എന്താണ് ചോദിക്കുന്നത്? ഒരു പിരമിഡ്, ഏത് പിരമിഡോ ആയിക്കോട്ടെ, 35 ഡിഗ്രി ഇൻക്ലൈൻ ടു HP, 45 ഡിഗ്രി ഇൻക്ലൈൻ ടു VP. എന്താണ് പറയുന്നത്? 35 ഡിഗ്രി 35 ഡിഗ്രി ഹൊറിസോണ്ടൽ പ്ലെയിനിലും 45 ഡിഗ്രി വെർട്ടിക്കൽ പ്ലെയിനിലും ഇൻക്ലൈൻഡ് ആണ്. അതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുക. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്തായിരുന്നു? ദാ സിമ്പിളായിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുക. ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും പ്രൊജക്ഷൻ വരയ്ക്കാം. ഇനി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്, ദാ നോക്കിയേ, എന്താണ്? ഒരു ഒബ്ജക്റ്റ്
ഒബ്ജക്റ്റ് ഇൻക്ലൈൻഡ് 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇനി എന്താണ് പറയുന്നത്? ഇതാ ഇവിടെ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. ആൻഡ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു ദാറ്റ് വെർട്ടിക്കൽ പ്ലെയിൻ. കണ്ടോ, വെർട്ടിക്കൽ പ്ലെയിൻ കണ്ടോ, തിരിഞ്ഞു. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഇതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുക, അതായത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും വരയ്ക്കുക, ഇതിൻ്റെ ടോപ്പ് വ്യൂവും വരയ്ക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് എ സോളിഡ്. ഇതായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഒരു സോളിഡിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുക. വെറുതെ ഇരിക്കുന്ന സോളിഡിൻ്റെ ആണോ? വെറുതെ ഇരിക്കുന്ന സോളിഡിൻ്റെ ഇപ്പം നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം, നമ്മൾ തന്നെ ഒരുപാട് ചെയ്തു അല്ലേ, ട്രൂ ഷേപ്പ് വരയ്ക്കുക സിമ്പിളായിട്ട്. പക്ഷേ വെറുതെ ഇരിക്കുന്ന സോളിഡിൻ്റെ പ്രോബ്ലം ഒരിക്കലും ചോദിക്കത്തില്ല. എങ്ങനെ ഇരിക്കുന്നത് ചോദിക്കത്തുള്ളൂ. നോക്കിയേ, രണ്ട് പ്ലെയിനുമായിട്ട് ഇൻക്ലൈൻഡ്. നോക്കിയേ, ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഇൻക്ലൈൻഡ്. കണ്ടോ, ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഇൻക്ലൈൻ ചെയ്യാം. ഇപ്പോൾ എവിടെയാണ് അവർ എത്രയാണ് പറഞ്ഞത്? 35 ഡിഗ്രി ഇൻക്ലൈൻഡ്. ഇനി നോക്കിയേ, വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് 45 ഡിഗ്രി ഇൻക്ലൈൻഡ്. കണ്ടോ, ഇനി നിങ്ങൾ നോക്കി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്താണ്? കണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഫ്രണ്ട് വ്യൂ ഒന്നും മനസ്സിലാവുന്നില്ല. ടോപ്പ് വ്യൂ എന്താണ്? മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പം നമ്മുടെ പഴയ പൊസിഷനിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഹൗ വി ക്യാൻ ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ദിസ് സോളിഡ് സച്ച് ദാറ്റ് ദിസ് സോളിഡ് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് ദ പ്ലെയിൻസ് അല്ലേ? നിങ്ങൾ നോക്കിയേ, ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇൻക്ലൈൻഡ് ആണ്, വെർട്ടിക്കൽ പ്ലെയിനിലും ഇൻക്ലൈൻഡ് ആണ്. അതായത് നോക്കിയേ, ഒരു വശപശകായിട്ട് ഇങ്ങനെ ഒരു സാധനം നിൽക്കുവാണ് അല്ലേ, എയറിൽ നിൽക്കുവാണ്. അതിൻ്റെ എന്ത് വരയ്ക്കുക? ഫ്രണ്ട് വ്യൂവും വരയ്ക്കണം, ടോപ്പ് വ്യൂവും വരയ്ക്കണം. അപ്പം നിങ്ങൾക്കൊരു സാധാരണ നമുക്കൊരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് വരയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് വരയ്ക്കാം, ഇങ്ങനെ ഇരിക്കുന്നതും വരയ്ക്കാം ഇൻക്ലൈൻഡ്. രണ്ട് പ്ലെയിനും കൂടെ ഇൻക്ലൈൻഡ് ഇരിക്കുന്നതോ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പം നിങ്ങൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചേ. എന്തായിരിക്കും എക്സാമിന് വരുന്നത്? നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ ദ പ്രൊജക്ഷൻ അല്ലേ, ഡ്രോ ദ പ്രൊജക്ഷൻ സോളിഡ് എന്താണ്? ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ. കണ്ടോ, ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇതൊരു ടാസ്ക് ആണ്. രണ്ട് പ്ലെയിനിലും ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു സോളിഡിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുക. പ്രൊജക്ഷൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളി എന്താണ്? അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കുക. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, നോക്കിയേ, ഇത് പ്രിസം മാറ്റിയിട്ട് പിരമിഡ് ആകുന്നു. പിരമിഡ് ആകുമ്പോൾ നോക്കിയേ, ഇൻക്ലൈൻ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇൻക്ലൈൻ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ. കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനം അല്ലേ? നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നോക്കിയേ, ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ കാണുന്നു, ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം നമുക്കതിനൊരു സിസ്റ്റമാറ്റിക് രീതിയിൽ വരയ്ക്കണം. ഇത് ഇമാജിൻ ചെയ്ത് വരയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എൻ്റെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഞാനൊരു സിമ്പിൾ ലോജിക്ക് പറഞ്ഞുതരാം. ലോകത്തിൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈ ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ലോജിക്ക് എഴുതിക്കോളൂ. അതായത് ഒരു സോളിഡ് ഇൻക്ലൈൻഡ് ടു ബോത്ത് ദ പ്ലെയിൻ, രണ്ട് പ്ലെയിനിലും സോളിഡ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ എങ്ങനെ വരയ്ക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ ടോപ്പിക്. നമ്മുടെ സിലബസിൽ പറയുന്നത് ഇത് തന്നെയാണ്. ഒരു സോളിഡ്, ഏത് സോളിഡ് ആയിക്കോട്ടെ, പ്രിസമോ പിരമിഡോ ഏതോ ആയിക്കോട്ടെ, അത് രണ്ട് പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുക, അതായത് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ലോജിക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഒരു സോളിഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് റെസ്റ്റിംഗ് ഓൺ HP ആണെന്നിരിക്കട്ടെ. അതായത് എവിടെ റെസ്റ്റ് ചെയ്യുകയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സോളിഡ് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഒരു ലോജിക്കുണ്ട്. VP യിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ലോജിക്കുണ്ട്. പ്രത്യേകിച്ച് ലോജിക്ക് സിമ്പിളാണ്. ഒരു ശ്രദ്ധിക്കാനുള്ളത്, റെസ്റ്റിംഗ് ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ. നമ്മളിപ്പോൾ എന്താണ് വരയ്ക്കാൻ പോകുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സോളിഡിൻ്റെ പ്രൊജക്ഷനാണ്. എങ്ങനെയാണ്? രണ്ട് പ്ലെയിനിലും ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്, ഹൊറിസോണ്ടൽ പ്ലെയിനിലും വെർട്ടിക്കൽ പ്ലെയിനിലും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ റെസ്റ്റിംഗ് ഓൺ HP ആണെന്ന് മനസ്സിലാക്കിയാൽ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ആദ്യം ഒരു XY ലൈൻ വരയ്ക്കുക. എന്താണ് XY ലൈൻ? നമുക്ക് എല്ലാവർക്കും അറിയാം. XY ലൈനിൻ്റെ താഴെ നമ്മൾ എന്ത് വരയ്ക്കും? ടോപ്പ് വ്യൂ വരയ്ക്കും. XY ലൈനിൻ്റെ മേളിൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കും. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ HP ആണെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? റെസ്റ്റിംഗ് ഓൺ HP നമ്മൾ ആലോചിച്ചു. റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറഞ്ഞാൽ താഴെ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കണം. ഓക്കെ, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പണി. നമുക്ക് പ്രൊജക്ഷൻ വരയ്ക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചു. ഓക്കെ, വരച്ചതിന് ശേഷം നമ്മൾ നേരെ അടുത്ത ഇതിലോട്ട് പോകണം. ഇവിടെ എത്തി. നമ്മൾക്കറിയാം റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറഞ്ഞാൽ ട്രൂ ഷേപ്പ് വരച്ചാൽ, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചാൽ അടുത്ത് ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തി. ഈ ഏരിയ എന്ന് പറയുന്നത് XY ലൈനിന് മേളിലാണ്. ഈ ഏരിയ എന്ന് പറയുന്നത് XY ലൈനിന് മേളിലാണ്. ഓക്കെ, നമുക്ക് രണ്ട് ഇൻക്ലിനേഷൻ ഉണ്ട്. ഏതൊക്കെ ഇൻക്ലിനേഷൻ വരാം? ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ വരാം, വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ വരാം. ഇപ്പം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ട്രൂ ഷേപ്പ് വരച്ചു, ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് വരച്ചു. ഇപ്പം XY ലൈനിൽ മേളിൽ നിൽക്കുന്നു.
ഇപ്പം നിങ്ങൾക്കൊരു ഇൻക്ലിനേഷൻ വരയ്ക്കാൻ തോന്നും. ആ ഇൻക്ലിനേഷൻ ആരാണ്? എക്സ് വൈ ലൈനിൻ്റെ മേളിൽ നമ്മൾ എന്ത് ഇൻക്ലിനേഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സ് വൈ ലൈനിൻ്റെ മേളിൽ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി. ഓക്കെ, അപ്പം നമ്മൾ നോക്കി ഇതേ ലോജിക്ക് നിങ്ങളൊന്ന് പഠിച്ച് ഇതൊരു സിസ്റ്റമാറ്റിക് ഇതായിട്ട് പഠിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഇവിടെ എന്താണ്? ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി വരയ്ക്കുക. ഓക്കെ, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഷോർട്ട് ഫോമിൽ എഴുതിയ ആംഗിൾ വിത്ത് എച്ച് പി. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങി? ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കുക, ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് വരയ്ക്കുക, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി വരയ്ക്കുക. അതായത് ആ സോളിഡ് എച്ച് പി ആയിട്ടുണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ വരയ്ക്കുക. വരച്ച് കഴിഞ്ഞല്ലോ, എന്നിട്ട് നിങ്ങൾ നേരെ എവിടെ എത്തണം? താഴെ എത്തണം. ഒരു സ്റ്റേറ്റിൽ എത്തി കഴിഞ്ഞാൽ അടുത്ത് താഴെ എത്തുന്നു. ഓക്കെ, അപ്പോൾ താഴെ എത്തി. ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ എത്തുമ്പോൾ ഒരു ഇൻക്ലിനേഷൻ കഴിഞ്ഞു, നമുക്ക് 2 ഇൻക്ലിനേഷൻ ഉണ്ടായിരിക്കും. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ ഇപ്പം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ താഴോട്ട് വരിക. ഓക്കെ, ഇൻക്ലിനേഷൻ വരച്ചു കഴിഞ്ഞാൽ താഴോട്ടെത്തിയിട്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? ടോപ്പ് വ്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. സോ എന്ത് വരയ്ക്കണം? ടോപ്പ് വ്യൂ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് വരച്ചു കഴിഞ്ഞല്ലോ. ഈ ടോപ്പ് വ്യൂ വരച്ചു കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പോകണം? അടുത്ത സ്റ്റേറ്റിലോട്ട് പോകണം. ഓക്കെ, കണ്ടോ? അടുത്ത സ്റ്റേറ്റിലോട്ട് പോകണം. അടുത്ത സ്റ്റേറ്റ് നമ്മളിപ്പോൾ എന്ത് വരച്ചു? ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി വരച്ചു. ഇപ്പം നമ്മൾ ഇവിടെ എത്തിയപ്പം എക്സ് വൈ ലൈനിൻ്റെ താഴെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ്? എക്സ് വൈ ലൈനിൻ്റെ താഴെ നമ്മൾ എന്ത് മാർക്ക്? ഇതാണ് എക്സ് വൈ ലൈനിൻ്റെ താഴെ ഇൻക്ലിനേഷൻ വിത്ത് വി പി. കണ്ടോ? ഇവിടെ ഇൻക്ലിനേഷൻ വിത്ത് വി പി. ഈ ഒരൊറ്റ ലോജിക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കണ്ണു അടച്ച് ലോകത്തിലെ ഏത് പ്രോബ്ലവും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻക്ലിനേഷൻ വിത്ത് വി പി. ഓക്കെ, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ ആംഗിൾ വിത്ത് വി പി. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇത് കഴിഞ്ഞാൽ നേരെ മേലോട്ട് എത്തണം. മേലോട്ട് എത്തുമ്പോൾ ഒരു ഇൻക്ലിനേഷനും കഴിഞ്ഞു, അടുത്ത ഇൻക്ലിനേഷനും കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കേണ്ട ലെഫ്റ്റ് സൈഡിൽ എന്ത് എഴുതിയിട്ടുണ്ട്? ഫ്രണ്ട് വ്യൂ. അപ്പോൾ എന്ത് വരയ്ക്കണം? ഫ്രണ്ട് വ്യൂ. ഇതൊരു 100 പ്രാവശ്യം നിങ്ങൾ എഴുതിയാലും കുഴപ്പമില്ല. ഇതാണ് നിങ്ങൾ റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഒന്നുകൂടെ പറയാം എങ്ങനെയാണ്. നിങ്ങൾ ഇപ്പം തന്നെ അത് പഠിക്കണം. എന്താണ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്ന് പറഞ്ഞാൽ? റെസ്റ്റിംഗ് ഓൺ എച്ച് പി, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം എക്സ് വൈ ലൈൻ വരയ്ക്കണം. ഇതെല്ലാം പ്രോബ്ലം നീറ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ നിങ്ങൾ എൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക. എക്സ് വൈ ലൈനിൻ്റെ താഴെ നമ്മൾ എന്ത് വരയ്ക്കും? ടോപ്പ് വ്യൂ വരയ്ക്കും. ടോപ്പ് വ്യൂ. എക്സ് വൈ ലൈനിൻ്റെ മേളിൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കും. ഓക്കെ, എപ്പോഴും റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്ന് പറഞ്ഞാൽ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് എവിടെയാണ് വരയ്ക്കുന്നത്? ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് താഴെ. ഓക്കെ, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചു. ഓക്കെ, എന്നിട്ട് നേരെ ഇവിടെ എത്തുമ്പോൾ ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് വരയ്ക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ എവിടെയാണ്? എക്സ് വൈ ലൈനിൻ്റെ മേളിലാണ്. എക്സ് വൈ ലൈനിൻ്റെ മേളിൽ നമ്മൾ എപ്പോഴും എന്ത് വരയ്ക്കുള്ളൂ? ഇൻക്ലിനേഷൻ വിത്ത് ആരുടെയാണ്? എച്ച് പി. ഓക്കെ, അപ്പോൾ അടുത്ത് വരയ്ക്കേണ്ടത് ഇൻക്ലിനേഷൻ വിത്ത് എന്താണ്? എച്ച് പി. ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ, അല്ലെങ്കിൽ നമ്മളിവിടെ എഴുതാം ആംഗിൾ വിത്ത് എച്ച് പി. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത് ഇങ്ങോട്ടെത്തുമ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ പറയുന്നത്? ഇങ്ങോട്ടെത്തി ഇൻക്ലിനേഷൻ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പോൾ ടോപ്പ് വ്യൂ. ഓക്കെ, ടോപ്പ് വ്യൂ വരച്ചു. ടോപ്പ് വ്യൂ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ഒരു ഇൻക്ലിനേഷനിലേ കഴിഞ്ഞുള്ളൂ. ഇവിടെ ഇപ്പം നമ്മൾ ഏതുമായിട്ടാണ് കഴിഞ്ഞത്? എച്ച് പി ആയിട്ടാണ് കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇൻക്ലിനേഷൻ വി പി. ഇൻക്ലിനേഷൻ വിത്ത് വി പി. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് കാണുന്നു? ഇവിടെ ഫ്രണ്ട് വ്യൂ എന്ന് കാണുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരയ്ക്കുക? ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഓക്കെ, കണ്ടോ? ഈ ഒരു സീക്വൻസ് കണ്ടോ? ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ വരയ്ക്കണം, എങ്കിലേ നിങ്ങൾക്ക് കറക്റ്റ് ആവുള്ളൂ. ഇത് ഏതാണ്? റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണെങ്കിൽ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, നമ്മൾ എടുക്കുന്നു സ്ക്വയർ പിരമിഡ്. ഏതാണ്? സ്ക്വയർ പിരമിഡ്. ഓക്കെ, സ്ക്വയർ പിരമിഡ് എന്താണ്? റെസ്റ്റിംഗ് ഓൺ എച്ച് പി. എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ആംഗിളുകൾ പറയാം. ആംഗിൾ വിത്ത് എച്ച് പി ഒരു 30 ഡിഗ്രി. ആംഗിൾ വിത്ത് വി പി. ഇങ്ങനെയൊന്നുമല്ല ക്വസ്റ്റ്യൻ വരുന്നത്, എക്സാക്ട് ക്വസ്റ്റ്യൻ വരും. അതങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടി ചെറിയൊരു രീതി പറയുന്നത്. വി പി 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ സ്ക്വയർ പിരമിഡാണ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഓക്കെ, സ്ക്വയർ പിരമിഡാണ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഇത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം എക്സ് വൈ ലൈൻ വരച്ചു. ഓക്കെ, ഇവിടെ എന്താണ്? ടോപ്പ് വ്യൂ എന്ന് മാർക്ക് ചെയ്തു, ഇവിടെ ഫ്രണ്ട് വ്യൂ എന്ന് മാർക്ക് ചെയ്തു. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്. സ്ക്വയർ പിരമിഡ് ആണല്ലോ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾസ് ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് ഇങ്ങനെ വരച്ചു. ഓക്കെ, പിരമിഡ് ആയതുകൊണ്ട് അതിൻ്റെ സ്ലാൻഡ് എഡ്ജസ് എല്ലാം വരച്ചു. ഓക്കെ,
ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചു. ഇതാണ് ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്. നമുക്ക് പിരമിഡ് ആണെങ്കിൽ അറിയാം ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് എന്തായിരിക്കും? ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് ട്രയാങ്കുലർ ഷേപ്പ്, അതും വരച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പ് കഴിഞ്ഞു? ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചു, ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് വരച്ചു, അടുത്ത് ഇൻക്ലിനേഷൻ വിത്ത് HP. ഓക്കെ, ഇവിടെ അവർ എന്ത് തന്നിട്ടുണ്ട്? ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് എത്ര ഡിഗ്രി തന്നിട്ടുണ്ട്? 30 ഡിഗ്രി എന്നുണ്ട്. അതായത് ഈ സാധനം 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ചരിച്ചു വരച്ചു 30 ഡിഗ്രി. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ട, ഞാനതെല്ലാം പിന്നീട് അങ്ങോട്ട് പ്രോബ്ലം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ബേസിക് തിയറി മനസ്സിലാവാൻ വേണ്ടി 30 ഡിഗ്രി ചരിച്ചു. ഓക്കെ, ചരിച്ചു കഴിഞ്ഞാൽ അടുത്ത് എന്താണ് പറയുന്നത്? ചരിച്ചു കഴിഞ്ഞ് ഇൻക്ലിനേഷൻ കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ വരയ്ക്കുക. ടോപ്പ് വ്യൂ എവിടെയാണ് വരയ്ക്കുന്നത്? ടോപ്പ് വ്യൂ ഇവിടെ ടോപ്പ് വ്യൂ വരയ്ക്കുക. ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ടൊക്കെ മെത്തേഡ് ഉണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഞാനിപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പിന്നീട് പറഞ്ഞുതരാം, നിങ്ങളിത് പേടിക്കേണ്ട, പ്രോബ്ലമായിട്ട് ചെയ്യാം. ഓക്കെ, ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് സ്റ്റേജ് എത്തി? ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചു, ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് വരച്ചു, ഇൻക്ലിനേഷൻ വിത്ത് HP വരച്ചു, ട്രൂ ഷേപ്പ് ഓഫ് ദ ടോപ്പ് വ്യൂ വരച്ചു. ഇനി അടുത്ത് എന്താണ്? ഇൻക്ലിനേഷൻ വിത്ത് VP. ഓക്കെ, ഇവിടെ എത്ര VP ആണ്? 45 ഡിഗ്രി. VP ആയിട്ട് 45 ഡിഗ്രി. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, XY ലൈനിൻ്റെ താഴെയാണ് VP ആയിട്ടുള്ള ആംഗിൾ വരയ്ക്കുക. ഓക്കെ, XY ലൈനിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതാ ഇവിടെ 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 45 ഡിഗ്രി ലൈൻ വരച്ചു. ഓക്കെ, അപ്പം വരുന്നത് എനിക്കിപ്പം ഇങ്ങനെ. ഓക്കെ, ഇതാ കണ്ടോ, ഇതാ 45 ഡിഗ്രി. ഈ സാധനത്തിന് ഞാനൊന്ന് 45 ഡിഗ്രി തിരിച്ചു. ഓക്കെ, അപ്പം കണ്ടോ 45 ഇതാ ട്രൂ ഷേപ്പ് ബേസ് വരച്ചു, സോളിഡ് വരച്ചു, ഇൻക്ലിനേഷൻ വരച്ചു, ടോപ്പ് വ്യൂ വരച്ചു, അടുത്ത ഇൻക്ലിനേഷൻ വിത്ത് VPയും വരച്ചു. ഇനി എന്താണ്? ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ വരയ്ക്കാനൊക്കെ മാർഗ്ഗങ്ങളുണ്ട്, പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ വരച്ചു. ഓക്കെ, ഇതെല്ലാം കൂടെ പ്രൊജക്റ്റ് ചെയ്തു. അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം, പേടിക്കണ്ട. ഞാനിപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഇതൊന്നും കണ്ട് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കരുത്. 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു എന്തൊക്കെ ഒരു അപ്രോക്സിമേറ്റ് ഷേപ്പ് വരാം. കണ്ടോ, ഇങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. കണ്ടോ, അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ ആ പ്രൊജക്ഷൻ വരച്ചു. എന്താണ് വരച്ചത്? നോക്കിയേ, ഇതാ 30 ഡിഗ്രി ഇൻക്ലൈൻഡും 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഇതാ കണ്ടോ, ഇവിടെ ഫ്രണ്ട് വ്യൂ വരച്ചു, ടോപ്പ് വ്യൂ വരച്ചു. ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ. കണ്ടോ, ഈ ആൻസർ നിങ്ങൾക്ക് അല്ലാതെ വരയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ദാ 30 ഡിഗ്രി ടു VP ആൻഡ് 45 ഡിഗ്രി ടു HP. കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾ നോക്കിയേ, ഫ്രണ്ട് വ്യൂ കണ്ടോ, ശ്രദ്ധിച്ചേ, ഇതാ കണ്ടോ, ഇതാണ് ഫ്രണ്ട് വ്യൂ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് 2 പ്ലെയിനിലും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സോളിഡിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കാനാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, റെസ്റ്റിംഗ് ഓൺ HP പഠിച്ചു. അപ്പോൾ ഇനി റെസ്റ്റിംഗ് ഓൺ VP പഠിക്കണ്ടേ? റെസ്റ്റിംഗ് ഓൺ VP ഇതിന് നേരെ തിരിച്ചാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് എഴുതാം. ഒരു സോളിഡ് റെസ്റ്റിംഗ് ഓൺ VP ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ VP എല്ലാത്തിനും ആദ്യം XY ലൈൻ വരയ്ക്കുന്നു. XY ലൈനിൻ്റെ താഴെ നമ്മൾ എന്താണ് വരയ്ക്കുന്നത്? താഴെ ടോപ്പ് വ്യൂ വരയ്ക്കും, XY ലൈനിൻ്റെ മേളിൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കും. ഓക്കെ, ഇതെന്തായാലും നമ്മൾ വരയ്ക്കും. റെസ്റ്റിംഗ് ഓൺ VP എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, VPയിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൂ ഷേപ്പ് HP എങ്ങനെയാണോ വരയ്ക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ്. നമ്മൾ നേരെ നോക്കുക, HP ട്രൂ ഷേപ്പ് എവിടെയാണ് വരച്ചത്? XY ലൈനിൻ്റെ താഴെ വരച്ചു. അങ്ങനെയാണെങ്കിൽ നേരെ മേളിൽ വരയ്ക്കാം. ഓക്കെ, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, നേരെ അടുത്ത് ഇവിടെ വരും, ഇവിടെ എത്തി. ഇവിടെ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചാൽ ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് വരയ്ക്കണം. ഇപ്പം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? XY ലൈനിന് ബിലോ. XY ലൈനിന് ബിലോ ആണെങ്കിൽ അടുത്ത് നിങ്ങൾ എന്താണ് വരയ്ക്കേണ്ടത്? ഇൻക്ലിനേഷൻ അല്ലേ? നിങ്ങളിവിടെ നോക്കിയേ, ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്, ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ്, അടുത്തൊരു ഇൻക്ലിനേഷൻ അല്ലേ വരയ്ക്കേണ്ടത്? അടുത്ത ഏതുമായിട്ടുള്ള ഇൻക്ലിനേഷനാണ് വരച്ച? HP ആയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്, ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ്, XY ലൈനിന് താഴെ വരുമ്പോൾ താഴെയാണെങ്കിൽ VP ആയിട്ടുള്ള ആംഗിളാണ്. അപ്പം ഇൻക്ലിനേഷൻ വിത്ത് VP. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ശ്രദ്ധിച്ച് ഇവിടെ തുടങ്ങാം. ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്, ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് വരച്ചു. അടുത്ത് ഇവിടെ വരുമ്പോൾ ഇൻക്ലിനേഷൻ വിത്ത് HP എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഇൻക്ലിനേഷൻ വിത്ത് VP. ഇനി നേരെ എങ്ങോട്ട് പോകുന്നു? മേളിലോട്ട് പോകുന്നു. മേളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ നോക്കിയേ, മേളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് കാണുന്നു? ഫ്രണ്ട് വ്യൂ കാണുന്നു. അപ്പോൾ ഇവിടെ എന്തെഴുതും? ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ കഴിഞ്ഞു. ഫ്രണ്ട് വ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, ഇതിൻ്റെ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്, സോളിഡ്, ഇൻക്ലിനേഷൻ, അടുത്ത ടോപ്പ് വ്യൂ വരച്ചു, അടുത്ത് വീണ്ടും ഒരു ഇൻക്ലിനേഷൻ. ഓക്കെ, അപ്പോൾ അടുത്ത ഇൻക്ലിനേഷൻ ആണ് അല്ലേ? ഇൻക്ലിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, XY ലൈനിൻ്റെ മേളിലുള്ള ഇൻക്ലിനേഷൻ ആരുമായിട്ടുള്ളതാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ളതാണ്. ഇവിടെ VP ആയതുകൊണ്ട് ഇവിടെ എന്താണ്? HP. ഓക്കെ,
നേരെ താഴോട്ട് വരുന്നു. താഴോട്ട് വരുമ്പോൾ എന്ത് കാണുന്നു? ടോപ്പ് വ്യൂ. അപ്പോൾ എന്ത് വരയ്ക്കണം? ടോപ്പ് വ്യൂ. കണ്ടോ? ഈ 2 ലോജിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ? അതെങ്ങനെയാണെന്ന് നോക്കിയേ. ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് ഇവിടെ വരച്ചു, സോളിഡ് വരച്ചു, ഇൻക്ലിനേഷൻ വിത്ത് ഏതാണ്? വി പി. അതെങ്ങനെയാണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ പഠിക്കുന്നത് XY ലൈൻ്റെ താഴെയാണെങ്കിൽ VP ആയിട്ടുള്ള ആംഗിൾ, XY ലൈനിൻ്റെ മേളിലാണെങ്കിൽ HP ആയിട്ടുള്ള ആംഗിൾ. അത് നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചത്? നമ്മളിതാ ഒരു ലോജിക്ക് ഇവിടെ പറഞ്ഞു തന്നു. കണ്ടോ? നോക്കിയേ, ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ആംഗിൾ നമ്മൾ വരയ്ക്കുമ്പം ദാ XY ലൈനിൻ്റെ മേളിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് XY ലൈനിൻ്റെ മേളിലാണെങ്കിൽ ഏതുമായിട്ടുള്ള ആംഗിളാണ്? HP ആയിട്ടുള്ള ആംഗിൾ. XY ലൈനിൻ്റെ താഴെയാണെങ്കിൽ VP ആയിട്ടുള്ള ആംഗിൾ. ഓക്കെ, അപ്പോൾ ഈ ലോജിക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ക്വയർ പിരമിഡാണ്. ഓക്കെ, സ്ക്വയർ പിരമിഡ് റെസ്റ്റിംഗ് ഓൺ എവിടെയാണ്? റെസ്റ്റിംഗ് ഓൺ VP. VPയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. സ്ക്വയർ പിരമിഡാണ്, VPയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? VPയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ആംഗിൾ വിത്ത് HP ഒരു 30 ഡിഗ്രി, ആംഗിൾ വിത്ത് VP 45 ഡിഗ്രി. പെട്ടെന്ന് പറഞ്ഞേ, VPയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് വരയ്ക്കും? XY ലൈൻ വരയ്ക്കും. ഓക്കെ, XY ലൈൻ, താഴെ ടോപ്പ് വ്യൂ, മേളിൽ ഫ്രണ്ട് വ്യൂ. ഇനി എന്താണ് ചെയ്യുന്നത്? VPയിലാണ്. അപ്പോൾ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് എവിടെയാണ് വരുന്നത്? ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് ഇവിടെ വരും. ഓക്കെ, ട്രൂ ഷേപ്പ് ഓഫ് ദ സ്ക്വയർ പിരമിഡ് അല്ലേ? അപ്പോൾ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് ഞാൻ വരയ്ക്കുകയാണ്, എഡ്ജസ് മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്തെന്താണ്? ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ്. അത് പിരമിഡ് ആയതുകൊണ്ട് ട്രയാങ്കിൾ ഷേപ്പ്. ഇനി എന്താണ് പറയുന്നത്? ഓക്കെ, അടുത്ത ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരച്ചു, ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് വരച്ചു. അടുത്ത എന്താണ്? ഇൻക്ലിനേഷൻ വിത്ത് VP ആയിട്ട് എത്ര ഇൻക്ലിനേഷൻ? 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാ 45 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇൻക്ലിനേഷൻ വിത്ത് 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇൻക്ലിനേഷൻ കഴിഞ്ഞല്ലോ. 45 ഡിഗ്രി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഓക്കെ, ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ അതൊക്കെ മാർഗ്ഗമുണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് സിമ്പിളായിട്ടൊന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചോ. ഓക്കെ, ഫ്രണ്ട് വ്യൂ. ഇനി അടുത്തെന്താണ് പറയുന്നത്? ഓക്കെ, ഇവിടെ എത്തി. ഫ്രണ്ട് വ്യൂ വരച്ച് കഴിഞ്ഞാൽ ഇൻക്ലിനേഷൻ വിത്ത് HP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ 30 ഡിഗ്രി അല്ലേ? 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊരു 30, എനിക്കൊരു പോട്ടെ, 30 ഡിഗ്രി ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, 30 ഡിഗ്രി കണ്ടോ? ഓക്കെ, 30 ഡിഗ്രി വരച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ടോപ്പ് വ്യൂ. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതാ കണ്ടോ? ഫൈനൽ ആൻസർ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ? ഇതതിൻ്റെ ഫ്രണ്ട് വ്യൂവും ഇതെൻ്റെ ടോപ്പ് വ്യൂ. ഇപ്പോൾ ഇതാണ് നമുക്ക് ആൻസറിൽ എത്തേണ്ടത്. അപ്പം ഇങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കും, അത് കഴിഞ്ഞ് ട്രൂ ഷേപ്പ് ഓഫ് സോളിഡ് വരയ്ക്കും, ഇൻക്ലിനേഷൻ വിത്ത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലോജിക്ക് നിങ്ങളൊന്ന് പഠിച്ചാൽ, ഇത്രയും ലോജിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താണ് ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ്. ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ്, അതുപോലെ ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ്, ഇങ്ങനെ എല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ? ഇതെല്ലാം പറയാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു ലോജിക്ക് നിങ്ങൾ ഓർത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് എന്ന് മനസ്സിലാക്കണം, എന്താണ് ട്രൂ ഷേപ്പ് ഓഫ് ദ സോൾഡ് എന്ന് മനസ്സിലാക്കണം, എന്താണ് ഇൻക്ലിനേഷൻ എന്ന് മനസ്സിലാക്കണം, എന്താണ് ഫ്രണ്ട് വ്യൂ എന്ന് മനസ്സിലാക്കണം, എന്താണ് ടോപ്പ് വ്യൂ എന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കണം. ഈ ഒരു എനിക്ക് വേണമെങ്കിൽ ആദ്യമേ ഈ ലോജിക്ക് അങ്ങ് പറയാം. ഈ ലോജിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്ക് പോലും മനസ്സിലാവില്ല. ഈ ലോജിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നിങ്ങൾ ഏത് പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ 1, 2, 3 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലോ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലൊരു ചെറിയൊരു ഒരു കാര്യങ്ങൾ, ഒരു റൂൾസ് ഉണ്ട്. ആ റൂളും കൂടെ നിങ്ങളൊന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താണ് സ്റ്റെപ്പ്, നിങ്ങളൊരു ബുക്കിൽ എഴുതി വെച്ച് സ്റ്റെപ്സ് ടു ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് solids inclined to both plane, both ബ്രാക്കറ്റിൽ VP ആൻഡ് HP, രണ്ട് പ്ലെയിനിനും ഇൻക്ലൈൻഡ് ആയ ഒരു സോളിഡിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുക. എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ദ സോളിഡ്. ഏത് സോളിഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ദ സോളിഡ്. ഓക്കെ, ഏത് സോളിഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എക്സാമ്പിൾ പ്രിസമാണോ അല്ലെങ്കിൽ ട്രയാങ്കുലർ പ്രിസമാണോ, ഏത് സോളിഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. 2, സോളിഡ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ റെസ്റ്റിംഗ് പൊസിഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്താണ് റെസ്റ്റിംഗ് പൊസിഷൻ? റെസ്റ്റിംഗ് പൊസിഷൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും?
ബ്രാക്കറ്റിൽ ഓൺ എച്ച് പി ആണോ അതോ വി പിയിലാണോ ഇരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് ലോജിക്ക് ഉപയോഗിക്കാമല്ലോ. എച്ച് പിയിലാണെങ്കിൽ നമ്മളൊരു ലോജിക്ക്, വി പിയിലാണെങ്കിൽ നമുക്ക് ഒരു ലോജിക്ക്. ഓക്കെ, അപ്പം ആദ്യം ഏത് സോൾഡ് ആണെന്ന് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് ഒരുപാട് സോൾഡ് ഉണ്ട്, ഏത് സോൾഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. റെസ്റ്റിംഗ് പൊസിഷൻ മനസ്സിലാക്കുക, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണോ വെർട്ടിക്കൽ പ്ലെയിനിലാണോ എന്നുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണോ വെർട്ടിക്കൽ പ്ലെയിനിലാണോ എന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ നോക്കിയേ, റെസ്റ്റിംഗ് പൊസിഷൻസ് ഉണ്ടല്ലേ. നിങ്ങൾ നോക്കി ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു. എന്താണ് ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു? എങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ നമുക്ക് ഇരിക്കുന്നത്, ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ട്രൂ ഷേപ്പ് ഓഫ് ദി ബേസ് വരയ്ക്കണ്ടേ. അപ്പോൾ റെസ്റ്റിംഗ് പൊസിഷൻ ബേസ് എഡ്ജ് ആണോ, കോർണറിലാണോ, സ്ലാൻഡ് എഡ്ജിലാണോ, അതോ ട്രയാങ്കുലർ ഫേസിലാണോ, എല്ലാ റെസ്റ്റിംഗ് പോയിന്റ്സും അറിയണം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ അറിയേണ്ടത് റെസ്റ്റിംഗ് പൊസിഷൻ. ഇത് റെസ്റ്റിംഗ് പൊസിഷനിൽ നിന്ന് റെസ്റ്റിംഗ് പ്ലെയിൻ, റെസ്റ്റിംഗ് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. റെസ്റ്റിംഗ് പൊസിഷൻ ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൃത്തിക്ക് മനസ്സിലാവും. റെസ്റ്റിംഗ് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ബേസ് എഡ്ജ് ആണോ, അല്ലെങ്കിൽ കോർണർ ആണോ, സ്ലാൻഡ് എഡ്ജ് ആണോ, ഇതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇത്രയും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നാലാമത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യുക. നമ്മുടെ ലോജിക്ക് എന്താണ്? ലോജിക്ക് ഇപ്പോൾ എച്ച് പിയിലാണെങ്കിൽ ട്രൂ ഷേപ്പ് ഓഫ് ദ ബേസ് വരയ്ക്കുക, ട്രൂ ഷേപ്പ് ഓഫ് ദ സോളിഡ് വരയ്ക്കുക, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി, ഈ ലോജിക്ക് അപ്ലൈ ചെയ്യുക. അപ്പം ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഐഡൻറ്റിഫൈ ദ സോളിഡ്, ഏത് സോളിഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ദ പ്ലെയിൻ, ഏത് പ്ലെയിനിലാണ് ഇതിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏത് പ്ലെയിൻ? റെസ്റ്റിംഗ് പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണോ വെർട്ടിക്കൽ പ്ലെയിൻ ആണോ. ഇനി റെസ്റ്റിംഗ് പൊസിഷൻ എവിടെയാണ്? എഡ്ജിലാണോ റെസ്റ്റ് ചെയ്യുന്നത്, ആക്സിസ് ഇൻക്ലൈൻഡ് ആണോ, എന്താണോ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം റെസ്റ്റിംഗ് പൊസിഷൻ മനസ്സിലാക്കുക. ഓക്കെ, എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നതെന്ന്, എന്നിട്ട് നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഈ ലോജിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരു റൂളും കൂടെ നിങ്ങൾ അറിയുക, ഒരു സോളിഡ് വരയ്ക്കാനുള്ള സിമ്പിൾ റൂൾ. ഓക്കെ, അപ്പോൾ ഞാനിത് എൻ്റെ ബേസിക് എൻ്റേതായ രീതിയിലൊരു റൂള് പറഞ്ഞുതരാം. ഏതൊരു സോളിഡും എളുപ്പത്തിൽ വരയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം വരില്ല, നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ സമയത്ത് നിങ്ങൾക്ക് ആവശ്യം വരും. എപ്പോഴേലും നിങ്ങൾക്ക് ഒരു സോളിഡ് വരയ്ക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നണമെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ട റൂൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് റൂൾ പറയാം. ഇപ്പം നിങ്ങൾ പേടിക്കേണ്ട, ഒരു പ്രോബ്ലത്തിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റേജാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മൾ പ്രോബ്ലം പോലും ചെയ്തില്ല, പക്ഷേ ഈ റൂൾ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്ന എല്ലാ പ്രോബ്ലംസും ഈസിയാക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് എന്താണ്? സ്റ്റെപ്സ് ടു ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് അല്ലേ. ഒരു സോളിഡ് പ്രൊജക്ഷൻ വരയ്ക്കുക, രണ്ട് പ്ലെയിനിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് വരയ്ക്കുക. ഏത് സോൾഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, റെസ്റ്റിംഗ് പ്ലെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക, റെസ്റ്റിംഗ് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യുക. ലോജിക്ക് അപ്ലൈ ചെയ്ത് സോളിഡ് വരയ്ക്കുക. ഇനി സോളിഡ് വരയ്ക്കാൻ ചെറിയ റൂൾസ് ഉണ്ട്, ആ റൂളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെഷൻ കഴിയും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് റൂൾസ് നോക്കാം. ഇത് നിങ്ങൾ ചെയ്യാൻ പോകുന്നൊരു പ്രോബ്ലത്തിൻ്റെ ഇടയ്ക്കൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ പറയേണ്ടത്, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു സോളിഡ് വരയ്ക്കണമെങ്കിൽ എന്തൊക്കെയാണ് റൂൾസ്. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ നിങ്ങൾ സോളിഡ് ലൈനിൽ വരയ്ക്കുക. ഓക്കെ, സോളിഡ് എന്ന് നല്ല ഡാർക്കായിട്ട് വരയ്ക്കുക, കാണാൻ പറ്റുന്ന സാധനം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വിസിബിൾ അല്ല, ഇൻവിസിബിൾ ആണെങ്കിൽ, ഓക്കെ, ഇൻവിസിബിൾ എഡ്ജസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വരയ്ക്കുക? ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇതാണ് റൂൾസ്. ഇനി നിങ്ങൾ ആക്സിസ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ചെയിൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലൈൻ, ഒരു ചെറിയ ലൈൻ, ഒരു വലിയ ലൈൻ, ഒരു ചെറിയ ലൈൻ. ഇതാണ് അതിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ. സോളിഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണെങ്കിൽ നല്ല സോളിഡ് ഡാർക്കായിട്ട് വരയ്ക്കുക. അല്ലാതെ നിങ്ങൾ റഫായിട്ട് വരയ്ക്കുന്നതെല്ലാം തിൻ ലൈൻ വരയ്ക്കുക. നിങ്ങളിവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് ഡാർക്കാണ് കണ്ടോ, ഇതെല്ലാം ഡാർക്കാണ്, പക്ഷേ ഇതെല്ലാം തിൻ ലൈൻസ് ആണ്. അപ്പോൾ ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. ഓക്കെ, ഇനി ഡോട്ടഡ് ലൈൻ ഇൻവിസിബിൾ ആണെങ്കിൽ ഡോട്ടഡ് ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു സോളിഡ് വരയ്ക്കുന്നതിനും നമ്മൾ റൂൾസ് ഉണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഇപ്പം റൂൾ നമ്പർ 1, ആദ്യം ഔട്ടർ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ഔട്ടർ പോയിൻറ്റ്സ് യൂസിങ് എന്താണ്? തിക്ക് ലൈൻ അല്ലെങ്കിൽ സോളിഡ് ലൈൻ വെച്ചിട്ട് ഔട്ടർ പോയിന്റ്സ് ജോയിൻ ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി, നമുക്ക് ഇവിടെ ഒരു സോളിഡാണ് വരയ്ക്കേണ്ടത്. ഏത് സോളിഡാണ് വരയ്ക്കേണ്ടത്? നോക്കി, പെൻറ്റഗണൽ പിരമിഡാണ്. ഇത് പെൻറ്റഗണാണോ? അല്ല, ഹെക്സഗണൽ പിരമിഡാണ്. ഹെക്സഗണൽ പിരമിഡാണ്. അതിൻ്റെ സോളിഡ് വരയ്ക്കണം. സോളിഡ് വരയ്ക്കാനായിട്ട് കുറേ പോയിന്റ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, കുറേ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെ പോയിന്റ്സ് ആണ്? നോക്കി, ഇതിൻ്റെ ബേസ് ഉണ്ടോ? ABCDE എന്ന് പറയുന്ന ബേസ് ഉണ്ട്. അതുപോലെ ഇവിടെ ABCDEF കേട്ടോ, OP ഇങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സോളിഡ് വരയ്ക്കണം. സോളിഡ് വരയ്ക്കാൻ ഫസ്റ്റ് റൂൾ എന്താണ് പറയുന്നത്? ജോയിൻറ്റ് ഔട്ടർ പോയിന്റ് യൂസിങ് സോളിഡ് ലൈൻസ്. ഔട്ടർ പോയിന്റ്സ് സോളിഡ് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യുക. ഇതിൽ ഏതൊക്കെയാണ് ഔട്ടർ പോയിന്റ്സ്? ഓക്കെ, ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചപ്പോൾ ഇതൊരു പോയിന്റ് ആണ്, ഇതൊരു പോയിന്റ് ആണ്. ശ്രദ്ധിച്ചേ, ഔട്ടർ പോയിന്റ്സ് ആണ്, അകത്തുള്ള പുറത്തുള്ള പോയിന്റ്സ്. ഇത് ഔട്ടർ പോയിന്റ്, കണ്ടോ, ഇതാണ് ഔട്ടർ പോയിന്റ്സ് കണ്ടോ. അപ്പം നമ്മളെ റൂൾ പറയുന്നത് എന്താണ്? സോളിഡ് ലൈൻ വെച്ച് ഔട്ടർ പോയിന്റ്സ് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ സോളിഡ് ലൈൻ ഉണ്ടല്ലോ, സോളിഡ് ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്യുക. ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്തു, ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്തു, കണ്ടോ, ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തു,
ഈ 2 പോയിന്റ് ജോയിൻ ചെയ്തു, ഔട്ടർ പോയിന്റ് സോളിഡ് ലൈൻ കണ്ടോ, നല്ല ഡാർക്കായിട്ട് മാർക്ക് ചെയ്യും. നിങ്ങൾ ഒരിക്കലും ഈ ലൈൻ ജോയിൻ ചെയ്തു, കാരണം ഇതെന്താണ്, ഈ പോയിന്റ് അകത്താണ്. അപ്പോൾ ഔട്ടർ പോയിന്റ്സിനെ സോളിഡ് ലൈൻ വെച്ച് മാർക്ക് ചെയ്യുക. അതാണ് റൂൾ നമ്പർ 1. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരും. ഓക്കെ, ജോയിൻ ഔട്ടർ പോയിന്റ്സ് യൂസിങ് സോളിഡ് ലൈൻ. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ്. എപ്പോഴും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രോ ദ ബേസ്. ഓക്കെ, ഡ്രോ ദ ബേസ്. ഇതിൽ ഏതാണ് ബേസ് എന്ന് പറയുന്നത്? ശ്രദ്ധിച്ച്, ഇവിടെ ബേസ് അവർ ABCDEF, ഇതാണ് ബേസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി, ഇവിടെ A എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്, B എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ABCDEF. അപ്പോൾ ഇതാണ് ബേസ് ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട്. ബേസ് കാണാൻ പറ്റും, കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ ബേസ് കാണാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ അടുത്ത കേസാണ് ബേസ് വിസിബിൾ. ഓക്കെ, നിങ്ങൾ നോക്കി ABCD അല്ലേ ബേസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി ABCD, ഇതാണ് ബേസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ ബേസ് വിസിബിൾ ആണെങ്കിൽ, ഓക്കെ, അതായത് ബേസ്, അപ്പോൾ ആദ്യം ഔട്ടർ പോയിന്റ്സ് വരച്ചു, ദെൻ ബേസ് വരയ്ക്കുക. ബേസ് 2 കേസസ് വരാം, ഒന്നുകിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് വരയ്ക്കുക? സോളിഡ് ലൈൻ വെച്ച് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ്. അടുത്ത രണ്ടാമത്തെ ഡ്രോ ദ ബേസ്. അടുത്ത ഇഫ് ബേസ് ഈസ് വിസിബിൾ, ഡ്രോ സോളിഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ബേസ് ഇൻവിസിബിൾ ആണെങ്കിലോ ഡോട്ടഡ് ലൈൻ. അത് നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. അപ്പോൾ അടുത്ത ബേസ് വരയ്ക്കണമെങ്കിൽ ABCD വരയ്ക്കണം. നോക്കി കണ്ടോ, ABCDEF, ഇതാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ സോളിഡ് ലൈൻ. നിങ്ങൾ ശ്രദ്ധിച്ച് ഓൾറെഡി, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, സോളിഡ് ലൈൻ. A നിന്ന് Bയിലോട്ട് സോളിഡ് ലൈൻ, B നിന്ന് Cയിലോട്ട് സോളിഡ് ലൈൻ. ഇവിടെ ഓൾറെഡി നോക്കി C to D വരച്ചിട്ടുണ്ട്, ഇതും വരച്ചിട്ടുണ്ട്, ഇതും വരച്ചിട്ടുണ്ട്. ഇനി വരയ്ക്കാനുള്ള ഏതാണ്? E to F ആണ് അല്ലേ? അപ്പോൾ കണ്ടോ, സോളിഡ് ലൈൻ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ, ഈ ഒരു റൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് എളുപ്പം ചെയ്യാം. അപ്പോൾ ജോയിൻ ദ ഔട്ടർ പോയിന്റ്സ് യൂസിങ് സോളിഡ് ലൈൻസ്, ഡ്രോ ദ ബേസ് വിസിബിൾ ആണെങ്കിൽ സോളിഡ് ലൈൻ വെച്ച് വരയ്ക്കുക. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ വരയ്ക്കേണ്ടത് ഡ്രോ ദ എഡ്ജസ്. എന്താണ് ഡ്രോ ദ എഡ്ജസ്? നമുക്കറിയാം സ്ലാൻഡ് എഡ്ജസ് ആണ്. പിരമിഡ് ആണെങ്കിൽ സ്ലാൻഡ് എഡ്ജ്. ഏതൊക്കെയാണ് സ്ലാൻഡ് എഡ്ജസ്? നിങ്ങൾ പറഞ്ഞേ, ശ്രദ്ധിച്ച്. OA, OB, OC, OD, OE, OF. ഓക്കെ, അപ്പോൾ അത് ഞാൻ അതുപോലെ എഴുതുകയാണ്. എന്താണ് സ്ലാൻഡ് എഡ്ജസ്? OA, OB, OC, OD, OE. ഓക്കെ, OF. ഇതാണ് സ്ലാൻഡ് എഡ്ജസ്. ഈ സ്ലാൻഡ് എഡ്ജസ് വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. നോക്കി, ഇവിടെ O ഉണ്ട്, A എന്ന് പറയുന്ന പോയിന്റ് കണ്ടോ, ഇങ്ങനെ വരച്ചാൽ മതി. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാണാൻ പറ്റുന്നതാണെങ്കിൽ സോളിഡ് ലൈൻ, കാണാൻ പറ്റാത്തതാണെങ്കിൽ ഡോട്ടഡ് ലൈൻ. അപ്പോൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും ഇത് കാണാൻ പറ്റുന്നതാണോ കാണാൻ പറ്റാത്തതാണോ? അതിൻ്റെ ഒരു ട്രിക്കാണ്. നിങ്ങൾ നോക്കിയേ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിലെ നോക്കി, ഈ പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് ഔട്ടർ പോയിന്റ്സ്. OCDEF, ഇതൊക്കെ ഔട്ടർ പോയിന്റ്സ് ആണ്. ഇന്നർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതൊക്കെയാണ് ഇന്നർ പോയിന്റ്സ്? ഇതൊരു ഇന്നർ പോയിന്റ് ആണ്, ഇതൊരു ഇന്നർ പോയിന്റ് ആണ്. അപ്പോൾ ഇന്നർ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിക് ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം, എഡ്ജസ് വരയ്ക്കാനുള്ള ലോജിക്ക്. അപ്പോൾ ആദ്യം ഇന്നർ പോയിന്റ്. ഓക്കെ, ട്രിക്കാണ്. ഇന്നർ പോയിന്റ് ഞാനിത് വരയ്ക്കുന്നത്. ഒരു ഇന്നർ പോയിന്റ് വരച്ചു. ഇന്നർ പോയിന്റിൽ 2 എണ്ണം വരുന്നത് സോളിഡ് ലൈൻ ആണ്. എന്താണ്? ഓക്കെ, 2 ലൈൻസ് സോളിഡ് ലൈൻ ആണെങ്കിൽ ആ ഇന്നർ പോയിന്റിൽ നിന്ന് പോകുന്ന മൂന്നാമത്തെ ലൈൻ എന്തായിരിക്കും? സോളിഡ് ലൈൻ ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഒന്നുകൂടെ പറയാം. ഓക്കെ, ഒരു ഇന്നർ പോയിന്റ്. ഓക്കെ, ഇന്നർ പോയിന്റിൽ വരുന്ന 2 ലൈൻ ഡോട്ടഡ് ലൈൻ ആണെങ്കിൽ മൂന്നാമത്തെ ലൈൻ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഡോട്ടഡ് ആയിരിക്കും. ഈ റൂൾ മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ? അപ്പോൾ ഒരു ഇന്നർ പോയിന്റ് ആണെങ്കിൽ ഇന്നർ പോയിന്റ് ആയിരിക്കണം. ഓക്കെ, ഇതിൽ ഏതാ ഇന്നർ പോയിന്റ് എന്ന് പറയുന്നത്? ഇതാണ് ഇന്നർ പോയിന്റ്. ഓക്കെ, അപ്പോൾ വരുന്ന 2 ലൈൻ ഡോട്ടഡ് ആണെങ്കിൽ മൂന്നാമത്തതും ഡോട്ടഡ്, വരുന്ന 2ഉം സോളിഡ് ആണെങ്കിൽ മൂന്നാമത്തത് സോളിഡ് ലൈൻ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഇത് ഇന്നർ പോയിന്റിൻ്റെ കാര്യത്തിൽ. ഇനി ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ 2 ലൈനിൻ്റെ ഇൻ്റർസെക്ഷൻ. ഓക്കെ, ഒരു സോളിഡ് ലൈൻ വരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച്, ഒരു സോളിഡ് ലൈൻ. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കടന്നു പോകുന്നു അല്ല, ഇൻ്റർസെക്ഷൻ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു സോളിഡ് ലൈൻ ഉണ്ടെങ്കിൽ, ശ്രദ്ധിച്ച്, ഒരു സോളിഡ് ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എപ്പോഴും ഡോട്ടഡ് ലൈൻ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഇൻ്റർസെക്ഷൻ എപ്പോഴും ഡോട്ടഡ് ലൈൻ. ഒന്നുകൂടെ പറയാം, ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ പറഞ്ഞാൽ ഇതാ ഇങ്ങനെ പോകുന്നത്, എപ്പോഴും എന്തായിരിക്കും? സോളിഡ് ലൈൻ ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഒരിക്കലും ഇത് പോസിബിൾ അല്ല. ഡോട്ടഡ് ലൈൻ, സോളിഡ് ലൈനും സോളിഡ് ലൈനിൻ്റെ ഇൻ്റർസെക്ഷൻ പോസിബിൾ അല്ല. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം.
ഇതൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ആവശ്യം വരുന്നത്. പക്ഷേ നിങ്ങളിത് അറിഞ്ഞിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഓക്കെ, ഇന്നർ പോയിന്റ് എന്താണ്? ഓക്കെ, ഇന്നർ പോയിന്റ് 2 എണ്ണം സോളിഡ് ആണെങ്കിൽ മൂന്നാമത്തതും സോളിഡ്, 2 എണ്ണം ഡോട്ടഡ് ആണെങ്കിൽ മൂന്നാമത്തതും ഡോട്ടഡ്. ഓക്കെ, ഇൻ്റർസെക്ഷൻ സോളിഡും ഡോട്ടഡും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ എയിം എന്താണ്? നമുക്കടുത്ത് ഒന്നുകൂടെ പറയാം. ഔട്ടർ മോസ്റ്റ് പോയിന്റ്സ് ജോയിൻ ചെയ്തു, ബേസ് വരച്ചു. ഇനി എന്താണ് വരയ്ക്കേണ്ടത്? എഡ്ജസ് വരയ്ക്കണം. OA, OB, OC ഒക്കെ വരയ്ക്കണം. ഫസ്റ്റ് നമുക്ക് നോക്കാം OA. ശ്രദ്ധിച്ചേ, OA എന്ന് പറയുന്ന പോയിന്റ് നോക്കിയേ, ഇതാണ് OA എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, O എന്ന് പറയുന്നത് ഒരു ഇന്നർ പോയിന്റ് ആണ്. ആ ഇന്നർ പോയിന്റിലേക്ക് വരുന്ന 2 എണ്ണം സോളിഡ് ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന മൂന്നാമത്തെ ലൈൻ എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. കണ്ടോ, സോളിഡ് ലൈൻ. OA വരച്ചു. ഇനി എന്താണ് നമുക്ക് അടുത്ത എഡ്ജ് വരയ്ക്കേണ്ടത്? OB വരയ്ക്കണം. OB നോക്കിയേ, B എന്ന് പറയുന്ന ഒരു ഇന്നർ പോയിന്റ് ആണ്. 2 എണ്ണം സോളിഡ് ആണെങ്കിൽ അതിൽ നിന്ന് പോകുന്ന മൂന്നാമത്തതും സോളിഡ്. ഓക്കെ, സോളിഡ് വരച്ചു. കണ്ടോ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ OB വരച്ചു. ഇനി OC, OD, OE. ഓക്കെ, OC ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇനി OD വരയ്ക്കണം. കണ്ടോ, OD എന്ന് പറയുന്നത് ഇങ്ങനെ വരയ്ക്കണം. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ ഒരു സോളിഡ് ലൈൻ ഉണ്ട്, ഇങ്ങനെ ഒരു ലൈൻ ഇൻ്റർസെക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? ഒരു സോളിഡ് ലൈൻ ഉണ്ടെങ്കിൽ ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? ഡോട്ടഡ് ആയിരിക്കും. നിങ്ങൾ ആലോചിക്കുക, ഇതൊരു സോളിഡ് ലൈനാണ്. നിങ്ങൾക്കിനി വരയ്ക്കേണ്ടത് OD എന്ന് പറയുന്ന ലൈൻ. ഇത് സോളിഡ് ആയതുകൊണ്ട് ഈ ലൈൻ ഉറപ്പായിട്ടും ഡോട്ടഡ് ആയിരിക്കും. കാരണം എന്താ? ഇവിടെ ഇൻ്റർസെക്ഷൻ സംഭവിക്കണമെങ്കിൽ സോളിഡും ഡോട്ടഡും ഇൻ്റർസെക്ഷൻ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ OD കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് എന്താണ്? OE and OF. ഓക്കെ, OE and OF നിങ്ങൾ ശ്രദ്ധിച്ചേ. OE എന്ന് പറയുന്നത് നോക്കിയേ, ഇവിടെ ഇതാണ് വരയ്ക്കേണ്ടത്. ഇവിടെ ഓൾറെഡി ഒരു സോളിഡ് ഉണ്ട്, ഇൻ്റർസെക്ഷൻ ഉള്ളതുകൊണ്ട് സോളിഡ് ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ ഉറപ്പായിട്ടും ഡോട്ടഡ് ആയിരിക്കും. കണ്ടോ? ഇനി എന്താണ്? OF ഓൾറെഡി വരച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് കഴിഞ്ഞോ? എന്താണ്? ജോയിൻ ദ ഔട്ടർ പോയിന്റ്സ് യൂസിങ് സോളിഡ് ലൈൻസ്. ഓക്കെ, ഔട്ടർ പോയിന്റ്സ് സോളിഡ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്താണ്? ഡ്രോ ദ ബേസ് വിസിബിൾ ആണെങ്കിൽ ഡ്രോ ദ ബേസ് വിസിബിൾ ആണെങ്കിൽ സോളിഡ് ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഡ്രോ ദ എഡ്ജസ് എല്ലാം വരച്ചു. ഇനി ഏറ്റവും അവസാനം എന്താണ്? ഏറ്റവും അവസാനത്തെ റൂൾ എന്ന് പറയുന്നത് ഡ്രോ ദ ആക്സിസ്. ഓക്കെ, ആക്സിസ് എപ്പോഴും ചെയിൻ ലൈൻ. ഇതിൽ ആക്സിസ് എവിടെ തൊട്ട് എവിടം വരെയാണെന്ന് ഇപ്പം നിങ്ങൾ അതൊന്നും അറിയേണ്ട. ആക്സിസ് ഇതാണ് ആക്സിസ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആക്സിസ് എന്ത് ചെയ്യുന്നു? ചെയിൻ ലൈൻ എന്ന് വെച്ചാൽ ഒരു വലിയ ലൈൻ, ഒരു ചെറിയ ലൈൻ, ഒരു വലിയ ലൈൻ, ഒരു ചെറിയ ലൈൻ, ഒരു വലിയ ലൈൻ, ചെറിയ ലൈൻ. കണ്ടോ? അപ്പോൾ ഇതാണ്. കണ്ടോ? അപ്പോൾ സോളിഡ് വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ലേ? നിങ്ങൾ ഒന്നും ഇമാജിൻ ചെയ്യേണ്ട. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി ഇതേ ക്വസ്റ്റ്യൻ അപ്പോൾ ഒന്നുകൂടെ പറയാം. എന്താണ്? ഔട്ടർ മോസ്റ്റ് പോയിന്റ്സ് സോളിഡ് ലൈൻ വെച്ച് വരയ്ക്കുക, ബേസ് വരയ്ക്കുക. ഇവിടെ ബേസ് വിസിബിൾ ആണ്, അതുകൊണ്ട് സോളിഡ് ലൈൻ വെച്ച് വരച്ചു. എന്നിട്ട് എല്ലാ എഡ്ജസും വരയ്ക്കുക, ആക്സിസും വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ. എന്താണ്? ഡ്രോ ദ ഔട്ടർ പോയിന്റ്സ് സോളിഡ് ലൈൻസ്. അല്ല, ഔട്ടർ പോയിന്റ്സിനെ സോളിഡ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. സോറി, പറഞ്ഞാൽ എന്താ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഔട്ടർ പോയിന്റ്സിനെ ജോയിൻ ചെയ്തു. ഇനി അടുത്ത് എന്താണ് പറയുന്നത്? ബേസ് വരയ്ക്കുക. ബേസ് നേരത്തെ നമ്മളെടുത്ത് വിസിബിൾ ആണെന്ന്, അല്ലെ? ബേസ് കാണാം. അപ്പോൾ എപ്പോഴും ബേസ് കാണണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ബേസ് കാണാൻ പറ്റുന്നില്ല, ഇൻവിസിബിൾ ആണെന്ന് ആലോചിക്കുക. ബേസ് ഏതാണ്? ABCDEF അല്ലേ? ബേസ് ഇതാണ്. പക്ഷേ ബേസ് ഇൻവിസിബിൾ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡോട്ടഡ് ലൈൻ വെച്ച് നോക്കി. A to B ഇൻവിസിബിൾ, B to C ഇൻവിസിബിൾ. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കി, C to D വരച്ചിട്ടുണ്ട്, ഇത് വരച്ചിട്ടുണ്ട്, ഇത് ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇനി ഏതാണ് വരയ്ക്കാനുള്ളത്? F to A. കണ്ടോ? അപ്പോൾ ഞാൻ അവിടെ എന്ത് വരച്ചു? ഡോട്ടഡ് ലൈൻ. എന്തുകൊണ്ട് ഡോട്ടഡ് ലൈൻ വരച്ചു? നമുക്ക് ബേസ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ബേസ് വരച്ചു. ബേസ് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? ഡ്രോ ദ ബേസ് വരച്ചു കഴിഞ്ഞാൽ എഡ്ജസ് OA, OB, OC, OD ഒക്കെ വരയ്ക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, OA വരയ്ക്കണം. നിങ്ങൾ നോക്കിയേ, OA എന്ന് പറയുന്ന ഒരു ഇന്നർ പോയിന്റ് ആണ്. ഇത് ഡോട്ടഡ് ലൈൻ, ഇതും ഡോട്ടഡ് ലൈൻ. അപ്പം മൂന്നാമത്തത് എന്തായിരിക്കും? ഡോട്ടഡ് ലൈൻ. കണ്ടോ? വളരെ സിമ്പിളായിട്ട് വരച്ചില്ലേ? ഇനി പെട്ടെന്ന് പറഞ്ഞേ. അടുത്ത് OB വരയ്ക്കണം. OB എന്ന് പറഞ്ഞാൽ ഇത് ലൈനാണ്, ഇതൊരു ഇന്നർ പോയിന്റ് ആണ്. ഇത് രണ്ടും ഡോട്ടഡ് ആണെങ്കിൽ മൂന്നാമത്തതും ഡോട്ടഡ്. ഓക്കെ, ഇനി OC വരയ്ക്കണം. OC വരച്ചിട്ടുണ്ട്. ഇനി OD വരയ്ക്കണം. ശ്രദ്ധിച്ചേ, OD എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു ഡോട്ടഡ് ഉണ്ട്, ഇൻ്റർസെക്ഷൻ ഉണ്ടെങ്കിൽ, ഡോട്ടഡ് ഓൾറെഡി ഉണ്ടെങ്കിൽ അടുത്ത് വരയ്ക്കുന്നത് സോളിഡ് ആയിരിക്കണം. കണ്ടോ? സോളിഡ്. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത OE എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കണം. ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ട്, ഓൾറെഡി സോളിഡ് ഡോട്ടഡ് ലൈൻ ആണ്. ഡോട്ടഡ് ലൈനുമായിട്ട് ഇൻ്റർസെക്ഷൻ വരണമെങ്കിൽ സോളിഡ് ലൈൻ വരണം. ഓക്കെ, കണ്ടോ? OF ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി ആക്സിസ് വരയ്ക്കുക. ആക്സിസ് ഇതാണ്. ഓക്കെ,
ആക്സിസ് നമ്മൾ വരച്ചു. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളിപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങളൊന്ന് അറിയുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സോളിഡ് വരയ്ക്കുന്നത്. അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഒരു സോളിഡ് തന്നിട്ട് ആ സോളിഡ് രണ്ട് പ്ലെയിനിലും ഇൻക്ലൈൻഡ് ആണ്. ഒരു സോളിഡ് തരും. ഓക്കെ, ശ്രദ്ധിച്ച്, ഒരു സോളിഡ് തന്നിട്ട് രണ്ട് പ്ലെയിൻ ഇൻക്ലൈൻഡ് അതിൻ്റെ എന്ത് വരയ്ക്കണം? ട്രൂ ഷേപ്പ് ഓഫ് ദ അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കണം. അപ്പോൾ അതിന് നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്? ഒന്നുമില്ല, ഏത് സോളിഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ശ്രദ്ധിച്ച്, ഓക്കെ, ഏത് സോളിഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ശ്രദ്ധിക്കണേ, ഏത് സോളിഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഏത് പ്ലെയിനിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഏതാണ് റെസ്റ്റിംഗ് പൊസിഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യുക. എച്ച് പിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു ലോജിക്ക്, ബി പിയിലാണെങ്കിൽ ഇരിക്കുന്ന ഒരു ലോജിക്ക്, അതനുസരിച്ച് വരയ്ക്കുക. ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്കൊരു സോളിഡ് വരയ്ക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ റൂൾസ് ഉപയോഗിച്ച് വരച്ചാൽ മതി. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവിടെ ഈ സോളിഡാണ് റൂൾ ഉപയോഗിച്ച് വരച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സോളിഡും റൂൾ ഉപയോഗിച്ച് വരയ്ക്കാം, ഈ സോളിഡും നിങ്ങൾക്ക് റൂൾ ഉപയോഗിച്ച് വരയ്ക്കാം, ഈ സോളിഡും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റൂൾ ഉപയോഗിച്ച് വരയ്ക്കാം. ഏത് സോളിഡും നിങ്ങൾക്ക് ഈ റൂൾ ഉപയോഗിച്ച് വരയ്ക്കാം. എന്താണ് റൂള്? ഔട്ടർ പോയിന്റ്സ് ആദ്യം വരയ്ക്കുക, ദെൻ ബേസ് വരയ്ക്കുക. ബേസ് വിസിബിൾ ആണെങ്കിൽ സോളിഡ് ലൈൻ വെച്ച് വരയ്ക്കുക, ബേസ് ഇൻവിസിബിൾ ആണെങ്കിൽ ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് എല്ലാ എഡ്ജസും മാർക്ക് ചെയ്യുക, ഏറ്റവും അവസാനം ആക്സിസും മാർക്ക് ചെയ്യുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും? നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു അല്ലേ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോഴും ഞാൻ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നതൊന്നും ഞാൻ നിങ്ങളോട് പറയില്ല. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, ഇത് നിങ്ങളൊരു പ്രോബ്ലം ആണെന്ന് വരയ്ക്കണം. പ്രോബ്ലം നിങ്ങൾ വരച്ച് കഴിഞ്ഞു. ഇത് വരച്ചാൽ മാത്രം നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. നിങ്ങൾ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് വരയ്ക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇതൊരു ഹെക്സഗൺ ആണ്. ഹെക്സഗൺ എക്സാമ്പിൾ ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ ഹെക്സഗൺ ആണ്. 3 സെൻറ്റിമീറ്റർ ഹെക്സഗൺ ആണെങ്കിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യിക്കുമ്പോൾ ഞാനിത് വരച്ചിട്ട് അങ്ങ് പോവും. ഞാൻ ഒരിക്കലും പറയത്തില്ല ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യണമെന്ന്. പക്ഷേ അതിൽ അണ്ടർസ്റ്റുഡ് ആണ്. നിങ്ങളൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പറയുവാണ് ഇതൊരു പ്രോബ്ലം ആണെന്നിരിക്കട്ടെ, ഹെക്സഗൺ ഇതിൻ്റെ ഡയമെൻഷൻ 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ ഡയമെൻഷൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. എങ്ങനെയാണ് ഡയമെൻഷൻ മാർക്ക് ചെയ്യേണ്ടത്? ദാ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട്, ഇതിപ്പോൾ എക്സാമ്പിൾ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നോക്കി 3 cm കണ്ടോ, ഇങ്ങനെ എഴുതണം. അടുത്ത് ഇവിടെ ഹൈറ്റ് നിങ്ങളെടുത്ത് മെഷർ ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം നോക്കി, മെഷർമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. അതിന് നിങ്ങൾ ആൻസറിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് നിങ്ങൾ, അതായത് അതിൻ്റെ ഇവിടെ ഇപ്പം 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടെന്നിരിക്കട്ടെ, ഇവിടെ ഒരു 45 ഡിഗ്രി ആംഗിൾ. ഓക്കെ, 45 ഡിഗ്രി ആംഗിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മെഷർമെൻറ്റ് അതിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇങ്ങനെ, ഇതാ കണ്ടോ, 45 ഡിഗ്രി കണ്ടോ, എഴുതുന്നത് ഹൊറിസോണ്ടലി എഴുതണം. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെന്നിരിക്കുക. അപ്പം നിങ്ങളിവിടെ 60 ഡിഗ്രി ആണെന്നിരിക്കട്ടെ, ഇതെങ്ങനെ ഇത് വരയ്ക്കുക, എന്നിട്ട് 60 ഡിഗ്രി, ഇത് കണ്ടോ, ഹൊറിസോണ്ടൽ ലൈനിന് പാരലായിട്ട് വരയ്ക്കണം. കണ്ടോ, ഹൊറിസോണ്ടൽ ലൈനിന് പാരലായിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഏത് പ്രോബ്ലം ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോബ്ലം വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മാർക്ക് ചെയ്യണം. ഇത് മാർക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പറയും ഹെക്സഗൺ 3 സെൻറ്റിമീറ്റർ, അപ്പോൾ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. ഹെക്സഗണിൻ്റെ ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ, അപ്പോൾ ഹൈറ്റ് മാർക്ക് ചെയ്യണം. ഓക്കെ, ആംഗിൾ 30 ഡിഗ്രി, അപ്പോൾ 30 ഡിഗ്രി മാർക്ക് ചെയ്യണം. ആംഗിൾ 45 ഡിഗ്രി, ഇതെല്ലാം മാർക്ക് ചെയ്യണം. ഞാൻ ഒരു പ്രോബ്ലത്തിലും പറയില്ല ഇതൊക്കെ മാർക്ക് ചെയ്യണമെന്ന്, ഇത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഉള്ളൂ നിങ്ങളുടെ ബേസിക് കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇത്രയും ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള ഏത് പ്രോബ്ലംസും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഈ 2-3 വീഡിയോയും കണ്ടിട്ട് പരീക്ഷയ്ക്ക് പോയാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പ്രാക്ടീസ് വേണം. ആ പ്രോബ്ലം ചെയ്യാൻ വേണ്ട എല്ലാ ലോജിക്കും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊരു തിയറി ക്ലാസ് ആണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിച്ചേക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 2-3 വീഡിയോസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പ്രത്യേകത ഇമാജിൻ ചെയ്യേണ്ടതാണ് അല്ലേ. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു ലോജിക്കിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇതാ നോക്കിയേ, ഇവിടെ നിന്ന് 30 ഡിഗ്രി, ഇവിടെ നിന്ന് 45 ഡിഗ്രി. നിങ്ങൾക്ക് ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? നോർമൽ മനുഷ്യന് ഇത് ഇമാജിൻ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ലോജിക്ക് പറഞ്ഞത്. ആ ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു സോളിഡിൻ്റെ പ്രൊജക്ഷൻ ആണ് ക്വസ്റ്റ്യൻ. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഏത് സോളിഡ് ആണെന്ന് മനസ്സിലാക്കണം. പ്രിസമാണോ, പിരമിഡാണോ, കോണാണോ, സിലിണ്ടർ ആണോ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത് മനസ്സിലാക്കേണ്ട 2 പ്ലെയിൻ ഉണ്ട്. റെസ്റ്റിംഗ് ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണോ, റെസ്റ്റിംഗ് ഓൺ വെർട്ടിക്കൽ പ്ലെയിൻ ആണോ, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നിലയിലാണോ താമസം, ഫസ്റ്റ് ഫ്ലോറിലാണോ, സെക്കൻഡ് ഫ്ലോറിലാണോ എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ കസേരയിലാണോ ഇരിക്കുന്നത്, കട്ടിലാണോ ഇരിക്കുന്നത്, അതായത് റെസ്റ്റിംഗ് പൊസിഷൻ, കോർണറിലാണോ, എഡ്ജിലാണോ,
ബേസിലാണോ, എവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ റെസ്റ്റിംഗ് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യുക. ഹൊറിസോണ്ടൽ പ്ലെയിനാണെങ്കിൽ നമ്മൾ പറഞ്ഞ ലോജിക്, വെർട്ടിക്കൽ പ്ലെയിനാണെങ്കിൽ നമ്മൾ പറഞ്ഞ ലോജിക്, ആ ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് ഏത് പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന വീഡിയോസ് എന്ന് പറയുന്നത്, വേണമെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾ നല്ല രീതിയിൽ കണ്ട് ഒരു നോട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള വീഡിയോസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് പ്രോബ്ലം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു പ്രോബ്ലം ചെയ്യാൻ തന്നെ നിങ്ങൾ ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു അടുത്ത വീഡിയോയിൽ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യുക, എന്നിട്ട് ആൻസർ സീക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിയും. അങ്ങനെ ഓരോ പ്രോബ്ലംസ്, ആദ്യത്തെ ഒരു 5-6 പ്രോബ്ലംസ് വീഡിയോ കണ്ട് തന്നെ പഠിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. എല്ലാം ഇനി ഗ്രാഫിക്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും. അത് നിങ്ങളൊന്നും പേടിക്കേണ്ട. ഈ ഒരു ഏരിയ ഇച്ചിരി നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണ്, കാരണം ഒരുപാട് സമയം എടുത്ത് വായിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് വൃത്തിക്ക് പഠിച്ചാൽ നിങ്ങൾ അടുത്ത മൊഡ്യൂൾ സെക്ഷൻ ഓഫ് സോളിഡ്സും അതും ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് നന്നായിട്ട് പഠിച്ചാൽ 2 മൊഡ്യൂൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത വീഡിയോസ് കാണുക, പ്രോബ്ലംസ് ചെയ്ത് നോക്കുക.